The unit will explain the key notion of classes used by Karl Marx. Karl Marx ക്ലാസ് എങ്ങനെയാണ്, ക്ലാസ് എന്നുള്ള പദം എങ്ങനെയാണ് ആ ആശയം ഉപയോഗിച്ചിരുന്നതെന്ന് ഈ യൂണിറ്റിൽ കൂടി നമുക്ക്. മാർക്സ് സോഷ്യോളജി ഈസ് ഇൻ ഫാക്ട് എ സോഷ്യോളജി ഓഫ് ദ ക്ലാസ് സ്ട്രഗിൾ. മാർക്സിന്റെ സോഷ്യോളജി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ സോഷ്യോളജി ഓഫ് ദ ക്ലാസ് സ്ട്രഗിൾ, ക്ലാസ് സ്ട്രഗിളിന്റെ ഒരു സോഷ്യോളജിയാണ് മാർക്സ് വിവക്ഷിക്കുന്ന സോഷ്യോളജി. ദിസ് മീൻസ് വൺ ഹാസ് ടു അണ്ടർസ്റ്റാൻഡ് ദ മാർക്സിയൻ കൺസെപ്റ്റ് ഓഫ് ക്ലാസ് ഇൻ ഓർഡർ ടു അപ്രീഷിയേറ്റ് മാർക്സിയൻ ഫിലോസഫി ആൻഡ് തോട്ട്. മാർക്സ് ഹാസ് യൂസ്ഡ് ദ ടേം സോഷ്യൽ ക്ലാസ് ത്രൂ ഔട്ട് ഹിസ് വർക്ക് ബട്ട് എക്സ്പ്ലെയിൻഡ് ഇറ്റ് ഓൺലി ഇൻ എ ഫ്രാഗ്മെന്റഡ് ഫോം. ഒരു പ്രത്യേക രീതിയിൽ, ഒരു പ്രത്യേക കേസിലാണ് അദ്ദേഹം ഈ ക്ലാസ് എന്നുള്ള പദം ഉപയോഗിക്കുന്നത്. അണ്ടർ ദ ടൈറ്റിൽ ഓഫ് സോഷ്യൽ ക്ലാസസ്, Marx distinguished three classes related to three sources of income. Under the title of social classes എന്നുള്ള ടൈറ്റിൽ അദ്ദേഹം എഴുതിയിട്ടുള്ള കാര്യത്തിൽ അദ്ദേഹം 3 തരത്തിലുള്ള ക്ലാസ്സുകളെ കുറിച്ച് പറയുന്നുണ്ട്. റിലേറ്റഡ് ടു 3 സോഴ്സസ് ഓഫ് ഇൻകം. വരുമാനത്തിൽ നിന്ന്, സോഴ്സസിൽ കൂടി ഉണ്ടാവുന്ന 3 തരം ക്ലാസ്സുകളെ കുറിച്ച് അതിൽ പറയുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ, ഓണേഴ്സ് ഓഫ് സിമ്പിൾ ലേബർ പവർ ഓർ ലേബേഴ്സ് ഹൂസ് മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ഈസ് ലേബർ. അപ്പം അതിലൊരു ക്ലാസ് എന്ന് പറയുന്നത് ഓണേഴ്സ് ഓഫ് സിമ്പിൾ ലേബർ പവർ. ആകെ ലേബർ പവർ മാത്രം മുതലായിട്ടുള്ള ഓണേഴ്സ്, അതായത് തൊഴിലാളികൾ. ലേബേഴ്സ് ഹൂസ് മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ഈസ് ലേബർ. അവരുടെ പ്രധാനപ്പെട്ട വരുമാനത്തിന്റെ സ്രോതസ് എന്ന് പറയുന്നത് അവരുടെ ആ തൊഴിൽ ചെയ്യാനുള്ള ശക്തി മാത്രമാണ്, ലേബർ പവർ മാത്രമാണ്. അത് ഒരു ക്ലാസ്. സെക്കൻഡ്, ഓണേഴ്സ് ഓഫ് ക്യാപിറ്റൽ ഓർ ക്യാപിറ്റലിസ്റ്റ് ഹൂസ് മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ഈസ് പ്രോഫിറ്റ് ഓർ സർപ്ലസ് വാല്യൂ. രണ്ടാമത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഓണേഴ്സ് ഓഫ് ക്യാപിറ്റൽ, മുതൽ മുടക്കിന്റെ അല്ലെങ്കിൽ സമ്പത്തിന്റെ ഓണേഴ്സ്. ഓർ ക്യാപിറ്റലിസ്റ്റ് ഹൂസ് മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ഈസ് പ്രോഫിറ്റ് ഓർ സർപ്ലസ് വാല്യൂ. അതായത് മുതലാളി വർഗത്തിന്റെ ആ വരുമാനം, അവരുടെ വരുമാനം എന്ന് പറഞ്ഞാൽ ആ പ്രവർത്തനത്തിലുള്ള ലാഭം അല്ലെങ്കിൽ സർഫസ് വാല്യൂ എന്നുള്ളതൊക്കെ അവർക്ക് അഡീഷണൽ ആയിട്ട് കിട്ടുന്നതാണ്. അങ്ങനെ ഒരു ക്ലാസ്. ഇപ്പൊ ഒന്ന് തൊഴിലാളി വർഗം, മറ്റത് രണ്ടാമത്തെ ക്ലാസ് ഇവിടെ മുതലാളികൾ. ആൻഡ് ഒരു വർഗത്തിനെയും കൂടി, ഒരു ക്ലാസ്സും കൂടി ഇവിടെ ആദ്യം അദ്ദേഹം പരിചയപ്പെടുത്തിയിട്ടുണ്ട്. തേർഡ് വൺ, സി, ലാൻഡ് ഓണേഴ്സ് ഹൂസ് മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ഈസ് ഗ്രൗണ്ട് റെന്റ്. പിന്നെ മൂന്നാമത്തെ വർഗമാണ് ലാൻഡ് ഓണേഴ്സ്, ഭൂമി സ്വന്തമായിട്ടുള്ളവര്. ഹൂസ് മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ഈസ് ഗ്രൗണ്ട് റെന്റ്. അപ്പൊ ആ ലാൻഡ് റെന്റിന് കൊടുക്കുമ്പോൾ കിട്ടുന്ന റെന്റ് ആണ് അവരുടെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം. In this way, the class structure of modern capitalist society is composed of 3 major classes. അപ്പൊ ഈ രീതിയിൽ 3 മേജർ ക്ലാസ്സസിലാണ് ക്യാപിറ്റൽ സൊസൈറ്റിയിൽ ക്ലാസ്സുകൾ വിഭജിച്ചിരുന്നത്. ഒന്ന് സാലറീഡ് ലേബേഴ്സ് ഓർ വർക്കേഴ്സ്, ശമ്പളം പറ്റുന്ന അല്ല കൂലി വാങ്ങുന്ന തൊഴിലാളി അല്ലെങ്കിൽ ജോലിക്കാര്. രണ്ടാമത്തേത് ക്യാപിറ്റലിസ്റ്റ്, മുതലാളികൾ. മൂന്നാമത്തേത് ലാൻഡ് ഓണേഴ്സ്. അങ്ങനെ 3ആയിട്ടാണ് മേജർ ക്ലാസ്സസിനെ ഡിവൈഡ് ചെയ്തിരുന്നത്. അറ്റ് എ ബ്രോഡർ ലെവൽ, കുറച്ചും കൂടി ബ്രോഡർ ലെവലിലോട്ട് സൊസൈറ്റി കുഡ് ബി ഡിവൈഡഡ് ഇൻ ടു 2 മേജർ ക്ലാസ്സസ്. പിന്നീട് സൊസൈറ്റീനെ ഒരു ബ്രോഡർ ലെവലിൽ 2 ക്ലാസ് ആയിട്ടാണ് വിഭജിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് ദ ഹൗസ്. ഒന്ന് ഹൗസ്, ഉള്ളവര് എന്ന് പറഞ്ഞാൽ ഓണേഴ്സ് ഓഫ് ലാൻഡ് ഓർ ക്യാപിറ്റൽ. ലാൻഡോ അല്ലെങ്കിൽ ക്യാപിറ്റലോ ഒക്കെ സ്വന്തമായിട്ട് ഉള്ള ആളുകൾ, അതാണ് ഹൗസ് എന്ന് പറയുന്നത്. ഓഫൺ കോൾഡ് എ ബൂർഷോസി, അവരെ സാധാരണയായിട്ട് വിളിക്കപ്പെടുന്നത് ബൂർഷോസി എന്നാണ്. ആൻഡ് ദ ഹാവ് നോട്ട്സ്, മറ്റേ വർഗമാണ് ഹാവ് നോട്ട്സ്, ഇല്ലാത്തവരൊന്നും ഇല്ലാത്തവർ. ദോസ് ഹു ഓൺ നത്തിങ് ബട്ട് ദെയർ ഓൺ ലേബർ പവർ, അവർക്ക് വേറെ ഒന്നുമില്ല, അവർക്ക് ആപ്പാടെ ഉള്ളത് അവർക്ക് തൊഴിൽ ചെയ്യാനുള്ള ആ ശക്തി മാത്രം, ലേബർ പവർ മാത്രം സ്വന്തമായിട്ടുള്ളവർ. ഓഫൺ കോൾഡ് ആസ് പ്രോളിറ്ററേറ്റ്സ്, ഇവരെ സാധാരണ വിളിക്കുന്നത് പ്രോളിറ്ററേറ്റ്സ് ആണ്. അങ്ങനെ ബ്രോഡ് സെൻസിൽ ക്ലാസ്സിനെ 2ആയിട്ടാണ് സൊസൈറ്റിയിലെ ഡിവൈഡ് ചെയ്തേക്കണം. ഒന്ന് ഹാവ് ആൻഡ് ദ അതർ വൺ ഈസ് ഹാവ് നോട്ട്സ്. ഹാവ് ഈസ് ഓൾസോ നോൺ ആസ് ബൂർഷ്വാസീസ് ആൻഡ് ഹാവ് നോട്ട് ഈസ് നോൺ ആസ് proletariats. Marx had tried to even give a concrete definition of social class. According to him, a social class occupies a fixed place in the process of
പ്രൊഡക്ഷൻ. അക്കോർഡിംഗ് ടു ഹിം, അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ, മാർക്സിന്റെ അഭിപ്രായത്തിൽ, എ സോഷ്യൽ ക്ലാസ് ഒക്കപ്പൈസ് എ ഫിക്സ്ഡ് പ്ലേസ് ഇൻ ദ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ. പ്രോസസ് ഓഫ് പ്രൊഡക്ഷനിൽ, ഉൽപാദന പ്രക്രിയയിൽ സോഷ്യൽ ക്ലാസ്സിന് ഒരു പ്രത്യേക പ്ലേസ് തന്നെയാണ് ഉള്ളത്. ഈ ക്രൈറ്റീരിയ ഫോർ ഡിറ്റർമിനേഷൻ ഓഫ് ക്ലാസ്. അപ്പോൾ ഒരു ക്ലാസ്സിനെ തീരുമാനിക്കാനുള്ള ക്രൈറ്റീരിയ എന്താണ്? ക്രൈറ്റീരിയ ഫോർ ഡിറ്റർമിനേഷൻ ഓഫ് എ ക്ലാസ്. ഇവിടെ നമ്മൾ പറഞ്ഞ് ക്ലാസ് സോഷ്യൽ ക്ലാസ്സസ് രണ്ട് തരം ക്ലാസ്സസ് ആണ് ഉണ്ടെന്ന് പറഞ്ഞ്. ഇനി അത് ക്ലാസ് ആവണമെങ്കിൽ ചില ക്രൈറ്റീരിയകൾ ഫുൾഫിൽ ചെയ്യണം. അതിൽ മേജർ ആയിട്ടുള്ള രണ്ട് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് വൺ ഒബ്ജക്റ്റീവ് ക്രൈറ്റീരിയ ആൻഡ് ദ സെക്കൻഡ് വൺ സബ്ജക്റ്റീവ് ക്രൈറ്റീരിയ. ഫസ്റ്റ് ക്രൈറ്റീരിയയാണ് ക്ലാസ് ഫോം ചെയ്യാനുള്ളത് ഒബ്ജക്റ്റീവ് ക്രൈറ്റീരിയ. ഇനി ഒബ്ജക്റ്റീവ് ക്രൈറ്റീരിയ ഉണ്ടായാൽ മാത്രം ക്ലാസ് ആവില്ല, അതിൻ്റെ കൂടെ സബ്ജക്റ്റീവ് ക്രൈറ്റീരിയ കൂടെ ഉണ്ടായിരിക്കണം. ഇനി എന്താണ് ഈ ഒബ്ജക്റ്റീവ് ക്രൈറ്റീരിയ, അതുപോലെ സബ്ജക്റ്റീവ് ക്രൈറ്റീരിയ എന്ന് നോക്കാം. ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ക്രൈറ്റീരിയ. പീപ്പിൾ ഷെയറിംഗ് ദ സെയിം റിലേഷൻഷിപ്പ് ടു ദ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ കംപ്രൈസസ് എ ക്ലാസ്. അപ്പോൾ മീൻസ് ഓഫ് പ്രൊഡക്ഷനിൽ ഒരേ കാര്യങ്ങൾ ചെയ്യണ ആളുകൾ തമ്മിൽ ഒരു പ്രത്യേക ബന്ധമുണ്ട്, ഒരു റിലേഷൻഷിപ്പ് കാക്കുന്നുണ്ട്. അവരെയാണ് ഒരു ക്ലാസ് എന്ന് പറയുന്നത്. ലെറ്റ് us അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ത്രൂ ആൻ എക്സാമ്പിൾ. ഓൾ ലേബേഴ്സ് ഹാവ് എ സിമിലർ റിലേഷൻ വിത്ത് ദ ലാൻഡ് ഓണേഴ്സ്. ഇപ്പോൾ ലാൻഡ് ഓണറുമായിട്ട് അവിടെയുള്ള എല്ലാ തൊഴിലാളിക്കും ഒരുപോലെയുള്ള ഒരു റിലേഷൻഷിപ്പ്. അതായത് ഞാൻ അവിടുത്തെ തൊഴിലാളി, നിങ്ങൾ അവിടുത്തെ മുതലാളി, ലാൻഡ് ഓണർ, അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. ഓൺ ദ അതർ ഹാൻഡ്, ഓൾ ദ ലാൻഡ് ഓണേഴ്സ് ആസ് എ ക്ലാസ് ഹാവ് എ സിമിലർ റിലേഷൻഷിപ്പ് വിത്ത് ദ ലാൻഡ് ലേബേഴ്സ്. അപ്പോൾ ഓൺ ദ അതർ ഹാൻഡ് വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ, ലാൻഡ് ഓണേഴ്സ്, ഒരു ലാൻഡ് ഓണർ അല്ല, കുറേ ലാൻഡ് ഓണേഴ്സ് ഉണ്ട്. അപ്പോൾ അവരെല്ലാവരും കൂടി ചേർന്നിട്ട് അവരെ ഒന്നായിട്ട് കാണുക. ദാറ്റ് ഈസ് എ ക്ലാസ്. ഓൺ ദ അതർ ഹാൻഡ്, ഓൾ ദ ലാൻഡ് ഓണേഴ്സ് ആസ് എ ക്ലാസ് ഹാവ് എ സിമിലർ റിലേഷൻഷിപ്പ് വിത്ത് ദ ലാൻഡ് ആൻഡ് ലേബേഴ്സ്. അപ്പോൾ ലാൻഡിനോടും ലേബേഴ്സിനോടും ഇതുപോലെയുള്ള ആ സെയിം റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്ന ആളുകൾ എല്ലാവരും കൂടി അവർ ഒരു ക്ലാസ് ആയിട്ട് കരുതും. ഇൻ ദിസ് വേ, ലേബേഴ്സ് ഓൺ വൺ ഹാൻഡ് ആൻഡ് ലാൻഡ് ഓണേഴ്സ് ഓൺ ദ അതർ ഹാൻഡ് കുഡ് ബി സീൻ ആസ് ക്ലാസസ്. അപ്പൊ ഇതുപോലെ തൊഴിലാളികൾ എല്ലാവരും, ഞങ്ങളെല്ലാവരും തൊഴിലാളി വർഗമാണെന്നുള്ള ആ ഒരു റിലേഷൻഷിപ്പിൽ അവരൊരു ക്ലാസ്സായി. അതുപോലെ ലാൻഡ് ഓണേഴ്സ് അവരെല്ലാവരും ഒന്നാണ്, ഒന്നാണെന്നല്ല, അവരുടെ ആ ബന്ധം, അവരെല്ലാവരും ഒരുപോലെയാണെന്നുള്ള ഒരു ധാരണ, അപ്പൊ അവരുടെ വേറൊരു ക്ലാസ്സായി. അപ്പൊ however for Marx this relationship alone is not sufficient to determine the class. പക്ഷേ ക്ലാസ്സിനെ നിശ്ചയിക്കാൻ ഈ ഒരു റിലേഷൻഷിപ്പ് മാത്രം, ഒരു കൂട്ടം ഒരേ കാര്യങ്ങളിൽ ബന്ധപ്പെട്ടിരിക്കുന്നു, വേറൊരു കൂട്ടം വേറെ കാര്യങ്ങളിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയണത് കൊണ്ട് മാത്രം അവരെ ഒരു ക്ലാസ് ആയിട്ട് ഗണിക്കാൻ പറ്റില്ല. അക്കോർഡിംഗ് ടു ഹിം ഇറ്റ് ഈസ് നോട്ട് സഫിഷ്യന്റ് ഫോർ ക്ലാസ് ടു ബി ക്ലാസ് ഇൻ ഇറ്റ് സെൽഫ്. അത് ക്ലാസ് ഇൻ ഇറ്റ് സെൽഫ് ആണെന്ന് പറയാനായിട്ട് അവരുടേതായ ഒരു ക്ലാസ് ആണ് ക്ലാസ് ഇൻ ഇറ്റ് സെൽഫ്. അതുപോലെ ക്ലാസ് ഫോർ ഇറ്റ് സെൽഫ്. ഈ രണ്ട് കാര്യങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കുക, ക്ലാസ് ഇൻ ഇറ്റ് സെൽഫ് ആൻഡ് ക്ലാസ് ഫോർ ഇറ്റ് സെൽഫ്. അപ്പൊ ഇങ്ങനെ ഞങ്ങൾ ഒരു കൂട്ടം ആളുകൾ ഒരു കാര്യം ചെയ്യണവർ ഒരു ക്ലാസ്, മറ്റത് വേറൊരു ക്ലാസ്, അങ്ങനെ പറഞ്ഞാൽ ക്ലാസ് ഇൻ ഇറ്റ് സെൽഫ് എന്നുള്ള ആ ഫീലിംഗ് അവിടെ വരില്ല. ബട്ട് ഇറ്റ് ഷുഡ് ഓൾസോ ബി എ ക്ലാസ് ഫോർ ഇറ്റ് സെൽഫ്. അത് ഒരു ക്ലാസ് ഫോർ ഇറ്റ് സെൽഫ് ആയാലേ ക്ലാസ് ഇൻ ഇറ്റ് സെൽഫ് ശരിയാവുള്ളൂ. അത് പിന്നീട് പറയുമ്പോൾ ഒന്നും കൂടി വ്യക്തമാകും അടുത്ത ഭാഗത്തേക്ക് പോകുമ്പോൾ. വാട്ട് ഡസ് ദിസ് മീൻ ബൈ ക്ലാസ് ഇൻ ഇറ്റ് സെൽഫ്? ഹി മീൻസ് ദ ഒബ്ജക്റ്റീവ് ക്രൈറ്റീരിയ ഓഫ് എനി സോഷ്യൽ ക്ലാസ്. അപ്പൊ ക്ലാസ് ഇൻ ഇറ്റ് സെൽഫ് എന്ന് പറഞ്ഞാൽ ആ ഒബ്ജക്റ്റീവ് ക്രൈറ്റീരിയയാണ്. ഒബ്ജക്റ്റീവ് ക്രൈറ്റീരിയ എന്ന് പറയുന്ന ആ വസ്തുനിഷ്ഠമായിട്ട് ഞങ്ങൾ ഒരു ഭാഗം ഒരു ക്ലാസ്, മറ്റത് വേറൊരു ക്ലാസ്. കാരണം അവര് ഏറെക്കുറെ ഓരോരുത്തരും ഒരേപോലെയുള്ള കാര്യങ്ങളിലാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പൊ അത് ക്ലാസ് ഇൻ ഇറ്റ് സെൽഫ് എന്ന് പറയാം ഒബ്ജക്റ്റീവ് വൈസില്. പക്ഷേ അത് മുഴുവൻ ഒരു ക്ലാസ് എന്നുള്ള ആ ക്ലാസ് ഇൻ ഇറ്റ് സെൽഫ് എന്നുള്ള ആ അർത്ഥം പൂർണ്ണമായിട്ടും അവിടെ വരുന്നില്ല. ഒബിയസ്ലി മാർക്ക് ഈസ് നോട്ട് സിംപ്ലി സാറ്റിസ്ഫൈഡ് വിത്ത് ഒബ്ജക്റ്റീവ് ക്രൈറ്റീരിയ എബവ്. അപ്പൊ ഈ ഒബ്ജക്റ്റീവ് ക്രൈറ്റീരിയ കൊണ്ട് മാത്രം ഒരു കൂട്ടത്തിനെ ക്ലാസ് എന്ന് നമുക്ക് വിഭജിക്കാൻ പറ്റില്ല. ഹെൻസ് ദ ഈക്വലി എംഫസൈസ്ഡ് അപ്പോൺ ദ അതർ മേജർ ക്രൈറ്റീരിയ. അപ്പൊ ആദ്യമേ പറഞ്ഞ് രണ്ടു തരം ക്രൈറ്റീരിയ ഉണ്ടെങ്കിലേ ഒരു കൂട്ടത്തിനെ നമുക്ക്
ക്ലാസ് എന്ന് പറയാൻ പറ്റുള്ളൂ. ആ ക്ലാസ്സിലെ 2 ക്രൈറ്റീരിയകൾ, ഒന്ന് ഒബ്ജക്റ്റീവ് ക്രൈറ്റീരിയ, മറ്റത് സബ്ജക്റ്റീവ് ക്രൈറ്റീരിയ. അപ്പോൾ ഒബ്ജക്റ്റീവ് ക്രൈറ്റീരിയ മാത്രം കൊണ്ട് ക്ലാസ്സായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. അതിന് ക്ലാസ്സായിട്ട് കണക്കാക്കണമെങ്കിൽ സബ്ജക്റ്റീവ് ക്രൈറ്റീരിയ വേണം. ആ സബ്ജക്റ്റീവ് ക്രൈറ്റീരിയയാണ് ക്ലാസ് ഫോർ ഇറ്റ് സെൽഫ്, ആ ക്ലാസ്സിന് വേണ്ടിയിട്ട് തന്നെയുള്ളത്, ക്ലാസ് ഫോർ ഇറ്റ് സെൽഫ് എന്നുള്ള ആ വിചാരം. ഇത് രണ്ടും ചേർന്നാൽ മാത്രം ഒരു ക്ലാസ് ആവുള്ളൂ. ഇനി സബ്ജക്റ്റീവ് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ എനി കളക്ടിവിറ്റി ഓർ ഹ്യൂമൻ ഗ്രൂപ്പിംഗ് വിത്ത് എ സിമിലർ റിലേഷൻഷിപ്പ് വുഡ് മേക്ക് എ കാറ്റഗറി, നോട്ട് എ ക്ലാസ്. ഇഫ് സബ്ജക്റ്റീവ് ക്രൈറ്റീരിയ ആർ നോട്ട് ഇൻക്ലൂഡഡ്. അപ്പൊ സബ്ജക്റ്റീവ് ക്രൈറ്റീരിയ അതിൽ ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ ഏതെങ്കിലും 2 കൂട്ടങ്ങളുള്ള ഒരു കാറ്റഗറി ആയിട്ട് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതിനൊരു ക്ലാസ് എന്ന് നമുക്ക് നിർവചിക്കാൻ പറ്റില്ല. The members of any one class not only have similar consciousness, but they also share a similar consciousness of the fact that they belong to the same class. അപ്പോൾ സബ്ജക്റ്റിവിറ്റി അതുണ്ടായിരിക്കണം. അതായത് മെമ്പേഴ്സ് ഓഫ് എനി വൺ ക്ലാസ് നോട്ട് ഓൺലി ഹാവ് സിമിലർ കോൺഷ്യസ്നെസ്, അവർക്ക് ഒരു സിമിലർ കോൺഷ്യസ്നെസ് മാത്രമല്ല, they also share a similar consciousness of the fact that they belong to the same class. ഞാൻ ആ ക്ലാസ്സിൽ തന്നെ ഉൾപ്പെടുന്നുള്ള ഒരു സിമിലർ കോൺഷ്യസ്നെസ്സും സെയിം കോൺഷ്യസ്നെസ്സും ഇരുകൂട്ടർക്കും ഉണ്ടെങ്കിൽ മാത്രമേ അതിനെ ഒരു ക്ലാസ് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുള്ളൂ. ദി സിമിലർ കോൺഷ്യസ്നെസ് ഓഫ് എ ക്ലാസ് സേവ്സ് as the basis for uniting its members for organizing social actions. അപ്പൊ സിമിലർ കോൺഷ്യസ്നെസ് ആണ് എപ്പോഴും സോഷ്യൽ ആക്ഷന് ഇനിഷ്യേറ്റ് ചെയ്യണത്. ഹിയർ ദി സിമിലർ ക്ലാസ് കോൺഷ്യസ്നെസ് ടവേഴ്സ് ആക്ടിങ് ടുഗെദർ ഫോർ ദെയർ കോമൺ ഇൻട്രസ്റ്റ് ഇൻ വാട്ട് മാർക്സ് കോൾസ് ഫോർ ക്ലാസ് ഫോർ ഇറ്റ് സെൽഫ്. ഈ സിമിലർ കോൺഷ്യസിനെയാണ് ക്ലാസ് ഫോർ ഇറ്റ് സെൽഫ് എന്ന് മാർക്സ് വിളിച്ചിരുന്നത്. അപ്പൊ ഈ ക്ലാസ് ഫോർ ഇറ്റ് സെൽഫ് എന്നുള്ള ആ ഭാവമാണ് സബ്ജക്റ്റീവ് ക്രൈറ്റീരിയ. അതുപോലെ ഒരു ക്ലാസ് ഒരു വെറുതെ ഒരു ക്ലാസ് ആയിട്ട് ക്ലാസ് ഇൻ ഇറ്റ് സെൽഫ് ആയിട്ട് നിൽക്കുകയാണെങ്കിലും അതിൽ ക്ലാസ് ഫോർ ഇറ്റ് സെൽഫ് എന്നുള്ള ഐഡിയ കൂടി ചേർന്നാൽ മാത്രം, അതായത് ഒബ്ജക്റ്റീവ് ക്രൈറ്റീരിയയുടെ ഒപ്പം സബ്ജക്റ്റീവ് ക്രൈറ്റീരിയയും കൂടി ചേർന്നാൽ മാത്രമേ അതിനെ ശരിക്കും ഒരു ക്ലാസ് എന്ന് നമുക്ക് നിർവചിക്കാൻ പറ്റുള്ളൂ. ഇനി അടുത്തത് ക്ലാസിഫിക്കേഷൻ ഓഫ് സൊസൈറ്റീസ് ഇൻ ഹിസ്റ്ററി ആൻഡ് എമർജൻസ് ഓഫ് ക്ലാസസ്. അപ്പോൾ let us simply this classification of society or various stages of human history, let us divide in 5 stages. അപ്പോൾ ഇവിടെ ക്ലാസിഫിക്കേഷൻ ഓഫ് സൊസൈറ്റീസ് ഇൻ ഹിസ്റ്ററിയിൽ സൊസൈറ്റീനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് 5 രീതിയിൽ കൂടിയാണ്. അതിൽ ഫസ്റ്റ് വൺ പ്രിമിറ്റീവ് കമ്മ്യൂണൽ, ഫസ്റ്റ് സൊസൈറ്റിയാണ് പ്രിമിറ്റീവ് കമ്മ്യൂണൽ. സെക്കൻഡ് സ്ലേവ് ഓയിങ്, തേർഡ് വൺ ഫ്യൂഡൽ, ഫോർത്ത് ക്യാപിറ്റലിസ്റ്റ് ആൻഡ് ഫിഫ്ത്ത് വൺ കമ്മ്യൂണിസ്റ്റ് സ്റ്റേജസ്. അപ്പോൾ ഇൻ ദിസ് സബ്സെക്ഷൻ വി വിൽ ഡിസ്കസ് ദ ഫസ്റ്റ് 3 സ്റ്റേജസ്. അത് ഏതൊക്കെയാണ്? ഫസ്റ്റ് 3 സ്റ്റേജസ് എന്ന് പറഞ്ഞാൽ പ്രിമിറ്റീവ് കമ്മ്യൂണൽ ആൻഡ് സ്ലേവ്, സെക്കൻഡ് വൺ സ്ലേവ് ഓയിങ് ആൻഡ് തേർഡ് വൺ ഫ്യൂഡൽ. അപ്പൊ അവിടെയൊക്കെയാണ് എങ്ങനെയാണ് ഈ ക്ലാസ് ഫോർമേഷൻ ഉണ്ടായെന്ന്. അതിൽ ഈ പ്രിമിറ്റീവ് കമ്മ്യൂണൽ ഏറ്റവും ആദ്യം പ്രാരംഭഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആ പ്രിമിറ്റീവ് കമ്മ്യൂണൽ, അവിടെ ഇങ്ങനെ ഒരു ക്ലാസ് അധികം ഫോം ചെയ്തിട്ടില്ല. അതൊരു ശരിക്കും പറയുകയാണെങ്കിൽ ക്ലാസ്ലെസ് സൊസൈറ്റിയാണ്. അപ്പൊ ദ പ്രിമിറ്റീവ് കമ്മ്യൂണൽ സിസ്റ്റം വാസ് ദ ഫസ്റ്റ് ആൻഡ് ദ ലോവസ്റ്റ് ഫോം ഓഫ് ഓർഗനൈസേഷൻ ഓഫ് പീപ്പിൾ ആൻഡ് ഇറ്റ് എക്സിസ്റ്റഡ് ഫോർ തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ്. അപ്പൊ ഏതാണ്ട് തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് വരെ എക്സിസ്റ്റ് ചെയ്തിരുന്ന ഒരു ഓർഗനൈസേഷനാണ് പ്രിമിറ്റീവ് കമ്മ്യൂണൽ സിസ്റ്റം എന്ന് പറയുന്നത്. അവിടെ ഇത് ലോവസ്റ്റ് ഫോം ഓഫ് ഓർഗനൈസേഷൻ കൂടിയാണ്. കാരണം എന്താന്ന് നോക്കിയാൽ men and women started using primitive tools like sticks and stones for hunting and food gathering. ആ കാലഘട്ടത്തിൽ മനുഷ്യർ ഉപയോഗിച്ചിരുന്നത് ഹണ്ടിങ്ങും ഫുഡ് ഗാദറിങ്ങിനും ഒക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ടൂൾസ് ആണ്. ലൈക്ക് സ്റ്റിക്സ്, സ്റ്റോൺസ് ഒക്കെ എല്ലാവർക്കും പ്രാപിക്കാവുന്നതാണ്. ആർക്കും ആരെയും ആശ്രയിക്കാണ്ട് തന്നെ സ്വയം കിട്ടുന്ന കാര്യങ്ങളാണ് അവര് ടൂൾസ് ആയിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഉപയോഗിച്ചിരുന്നത്. ഗ്രാജുവലി ദേ ഇംപ്രൂവ്ഡ് ദീസ് ടൂൾസ്. ക്രമേണ അവർ ഈ ടൂൾസിലൊക്കെ കുറച്ച് പരിവർത്തനങ്ങൾ വരുത്തി തുടങ്ങി. ആൻഡ് ലേൺ ടു മേക്ക് ഫയർ, കൾട്ടിവേഷൻ ആൻഡ് ആനിമൽ ഹസ്ബൻഡറി. ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യത്തക്ക രീതിയിൽ, അതായത് തീ ഉൽപ്പാദിപ്പിക്കാൻ, കൾട്ടിവേഷൻ ചെയ്യാൻ, ആനിമൽ ഹസ്ബൻഡറി, അങ്ങനെ മൃഗസംരക്ഷണം, അങ്ങനെ
വളർത്തൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കും കൂടി യോജിച്ച രീതിയിൽ കുറച്ചും കൂടി സ്റ്റോൺസ് സ്റ്റിക്കൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ആയുധങ്ങൾ ഇച്ചിരിയും കൂടി ബലപ്പെടുത്താൻ തുടങ്ങി. ഇൻ ദിസ് സിസ്റ്റം ഓഫ് വെരി ലോ ലെവൽ ഓഫ് ഫോഴ്സസ് ഓഫ് പ്രൊഡക്ഷൻ, ദ റിലേഷൻസ് ഓഫ് പ്രൊഡക്ഷൻ വെർ ബേസ്ഡ് ഓൺ കോമൺ ഓണർഷിപ്പ് ഓഫ് ദ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പൊ ഇൻ ദിസ് സിസ്റ്റം, ഈ സിസ്റ്റത്തിൽ, അതായത് പ്രിമിറ്റീവ് കമ്മ്യൂണൽ സിസ്റ്റത്തിൽ വെരി ലോ ലെവൽ ഓഫ് ഫോഴ്സസ് ഓഫ് പ്രൊഡക്ഷൻ, അവിടെ ഫോഴ്സസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ താഴ്ന്ന നിലയിലുള്ളതാണ്. ദ റിലേഷൻ ഓഫ് പ്രൊഡക്ഷൻ, അതായത് റിലേഷൻ ഓഫ് പ്രൊഡക്ഷൻ നമ്മൾ ക്യാപിറ്റൽ സൊസൈറ്റിയിൽ വിഭജിക്കുന്നത് അവിടുത്തെ ആ ബന്ധങ്ങൾ ഹാവ് നോട്ട്സ് ഒക്കെ തമ്മിലുള്ള അതുപോലെയുള്ള ഒരു സിസ്റ്റം ഇവിടെ ആയിട്ടില്ല. ദ റിലേഷൻ ഓഫ് പ്രൊഡക്ഷൻ വെർ ബേസ്ഡ് ഓൺ കോമൺ ഓണർഷിപ്പ്. ഇവിടെ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ കോമൺ ഓണർഷിപ്പാണ്, എല്ലാവർക്കും വേണ്ടി അധ്വാനിക്കുന്ന ഒരു രീതി. therefore these relations were based on mutual assistance and cooperation. അപ്പൊ കുറച്ച് ആളുകളെ അവിടെ ഉള്ളെങ്കിലും അവര് തമ്മിൽ ഒരു മ്യൂച്വൽ റിലേഷൻഷിപ്പ്, ഒരു പരസ്പര അസിസ്റ്റൻസ് ആൻഡ് കോപ്പറേഷൻ ഉണ്ടായിരുന്നു. These relations were conditioned by the fact that people with their primitive implements could only withstand the mighty forces of nature together കളക്റ്റീവ്ലി. അപ്പൊ ഇങ്ങനെ ഇവര് തമ്മിൽ ഒരു മ്യൂച്വൽ അസിസ്റ്റൻസും കോർപ്പറേഷനും ഒക്കെ ഉള്ളതുകൊണ്ട്, സഹകരണവും ഒക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് അവര് താമസിച്ചിരുന്ന ആ കമ്മ്യൂണിറ്റിയിൽ സുരക്ഷിതമായിട്ട് ജീവിക്കാൻ പറ്റി. എന്തെങ്കിലും മൈറ്റി ഫോഴ്സസ് ഓഫ് നേച്ചർ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ ഒരു വിധത്തിൽ തടഞ്ഞു നിർത്താൻ അവരുടെ ഈ കോപ്പറേഷനും പരസ്പര സഹായവും സഹകരണവും ഒക്കെ മതിയായിരുന്നു. ഇൻ സച്ച് എ സിറ്റുവേഷൻ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ഹ്യൂമൻസ് ബൈ ഹ്യൂമൻസ് ഡിഡ് നോട്ട് എക്സിസ്റ്റ്. അപ്പൊ ആ പരിതസ്ഥിതിയിൽ ഇൻ സച്ച് എ സിറ്റുവേഷൻ എക്സ്പ്ലോയിറ്റേഷൻസ് ഓഫ് ഹ്യൂമൻസ് ബൈ ഹ്യൂമൻസ്, മനുഷ്യൻ തന്നെ ചൂഷണം ചെയ്യുന്ന ആ ഒരു പ്രവൃത്തി ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ്ലി ദ ടൂൾസ് യൂസ്ഡ്, ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ടൂൾസ്, നെയിംലി മീൻസ് ഓഫ് പ്രൊഡക്ഷൻ. ടൂൾസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആണ്, ഉൽപാദനത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ആ മാർഗങ്ങൾ. ഫസ്റ്റ്ലി ദ ടൂൾസ് യൂസ്ഡ് വെർ സോ സിമ്പിൾ, വളരെ സിമ്പിൾ ആയിരുന്നു. ആൻഡ് ദേ കുഡ് ബി റീപ്രൊഡ്യൂസ്ഡ് ബൈ എനിവൺ. ഇപ്പോൾ ഒന്ന് ചീത്തയായി അല്ലെങ്കിൽ നഷ്ടപ്പെട്ടതായാൽ മറ്റുള്ളവന്റെ സഹായം കൂടാതെ തന്നെ ആർക്കും വീണ്ടും അത് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ആരെയും ചൂഷണം ചെയ്യുന്ന ഒരു പ്രക്രിയ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. ദീസ് വെയർ ഇംപ്ലിമെന്റ്സ് ലൈക്ക് സ്ഫിയർ, സ്റ്റിക്ക്, ബോ ആൻഡ് ആരോ എക്സെട്ര. പിന്നീട് ഒരു ശകലവും കൂടി അവരുടെ ആയുധങ്ങളൊക്കെ വികസിച്ചെന്ന് പറഞ്ഞാൽ അത് പിന്നെ ഒരു സ്ഫിയർ അല്ലെങ്കിൽ സ്റ്റിക്ക് അല്ലെങ്കിൽ ബോ ആൻഡ് ആരോ ഇങ്ങനെയൊക്കെയായി, അമ്പും വില്ലും അതുപോലെയുള്ള കാര്യങ്ങളിലേക്ക് മാറി. ഹെൻസ് നോ പേഴ്സൺ ഓർ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹാഡ് ദ മോണോപ്പൊളി ഓഫ് ഓണർഷിപ്പ് ഓവർ ദ ടൂൾസ്. പക്ഷെ ഇത്തരം ടൂൾസിന്റെ മേലിൽ ആർക്കും ഒരു ഇത് എന്റെയാണ് എന്നും പറഞ്ഞിട്ട് ആരും അടക്കി വെച്ചിരുന്നില്ല. സെക്കൻഡ്ലി പ്രൊഡക്ഷൻ വാസ് അറ്റ് എ ലോ എക്സിസ്റ്റഡ് മോർ ഓർ ലെസ് ഓൺ സബ്സിസ്റ്റൻസ് ലെവൽ. ഈ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അപ്പൊ ഈ ടൂൾസ് ആർക്ക് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും ഉണ്ടാക്കാം, ഉപയോഗിക്കാം. ആരും അത് എന്റെ മാത്രം എന്നുള്ള ഒരു പ്രതീതിയിൽ വെച്ചിട്ടില്ല. അതൊരു കാര്യം. രണ്ടാമത് പ്രൊഡക്ഷൻ വാസ് അറ്റ് എ ലോ എക്സിസ്റ്റഡ്. അന്നത്തെ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ രീതിയിലുള്ളതാണ്. മോർ ഓർ ലെസ് ഓൺ എ സബ്സിസ്റ്റൻസ് ലെവൽ. ഒരു ദിവസങ്ങൾ കഴിഞ്ഞുകൂടാൻ, വെറുതെ ഒന്ന് സബ്സിസ്റ്റൻസ് ചെയ്യാനുള്ളത്, നിലനിന്ന് പോകാനുള്ളത് മാത്രമാണ്. കൂടുതലായിട്ട് ആരും ഒന്നും ഉൽപ്പാദിപ്പിച്ചിരുന്നില്ല. അവനവന്റെ നിലനിൽപ്പിന്, അന്നത്തെ നിലനിൽപ്പിന് വേണ്ടിയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ പ്രൊഡക്ഷനിൽ കൂടി ഉണ്ടായിരുന്നത്. അതുകൊണ്ടും അവിടെ ചൂഷണങ്ങൾ ഇല്ലായിരുന്നു. Their production was just sufficient to meet the needs of the people, provided everybody worked. Therefore, it was a situation of no master and no servant. All were equal. എല്ലാവരും തുല്യരായിരുന്നു. ഞാൻ മാസ്റ്റർ, മറ്റേയാൾ സെർവൻ്റ് എന്നുള്ള ഒരു ധാരണ ആർക്കും ഇല്ലായിരുന്നു. എല്ലാവരും ഒന്നിച്ച് പോയിരുന്നു. അതുകൊണ്ട് അവിടെ ക്ലാസ് ഫോർമേഷന്റെ ആവശ്യമില്ലായിരുന്നു. അതുകൊണ്ട് പ്രിമിറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞ ഒരു ക്ലാസ്ലെസ് സൊസൈറ്റി ആയിരുന്നു. ഗ്രാജുവലി വിത്ത് ടൈം പീപ്പിൾ സ്റ്റാർട്ടഡ് പെർഫെക്റ്റിംഗ് ദെയർ ടൂൾസ്. പിന്നെ ക്രമേണ ഓരോരുത്തരും അവരുടെ ടൂൾസ് കുറേയും കൂടി പെർഫെക്റ്റ് ആക്കാൻ ശ്രമിച്ച് ദെയർ ക്രാഫ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് ആൻഡ് സർപ്ലസ് പ്രൊഡക്ഷൻ സ്റ്റാർട്ടഡ് ടേക്കിംഗ് പ്ലേസ്. അപ്പൊ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുക, അതുപോലെ ആവശ്യത്തിൽ കൂടുതൽ സർപ്ലസ് പ്രൊഡക്ഷൻ ഉണ്ടാക്കുക, അങ്ങനത്തെ ഒരു ചിന്താഗതിയിലേക്ക് വന്ന് ദിസ് ലെഡ് ടു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആൻഡ് പ്രിമിറ്റീവ് ഈക്വാലിറ്റി ഗേവ് വേ ടു സോഷ്യൽ ഇൻഇക്വാലിറ്റി. അപ്പൊ ഇവിടെയാണ് പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്നുള്ള ഒരു ധാരണ
ഉടലെടുക്കുകയും ആൻഡ് പ്രിമിറ്റീവ് ഈക്വാലിറ്റി ഗവ് വേ ടു സോഷ്യൽ ഇൻഈക്വാലിറ്റി. എന്നിട്ട് ആ പ്രിമിറ്റീവ് ഈക്വാലിറ്റി, പുരാതന സിസ്റ്റത്തിൽ ഉണ്ടായിരുന്ന ആ പ്രിമിറ്റീവ് ഈക്വാലിറ്റി, എല്ലാവരും തുല്യരാണെന്നുള്ള അത് ആ ഒരു ധാരണ മാറിയിട്ട് ഗേവ് വേ ടു സോഷ്യൽ ഇൻഈക്വാലിറ്റി, സാമൂഹിക അസമത്വത്തിലേക്ക് അവരെ നയിക്കാൻ തുടങ്ങി. ദാറ്റ്സ് ദ ഫസ്റ്റ് ആന്റഗോണിസ്റ്റിക് ക്ലാസ്സസ് സ്ലേവ്സ് ആൻഡ് സ്ലേവ് ഓണേഴ്സ് അപ്പിയർഡ്. അങ്ങനെ ആദ്യത്തെ ക്ലാസ്ലെസ് സൊസൈറ്റിയിൽ നിന്ന് ഈ ടൂൾസിനോടുള്ള ആഗ്രഹം വർദ്ധിക്കുകയും ടൂൾസ് കൂടുതൽ കൂടുതൽ പരിഷ്കരിക്കുകയും അങ്ങനെ പ്രൊഡക്ഷൻ തന്നെ സർപ്ലസ് പ്രൊഡക്ഷൻ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഇൻഈക്വാലിറ്റി വർദ്ധിക്കാൻ തുടങ്ങി. ആ ഈക്വാലിറ്റി എന്നുള്ള ആ സമത്വ ഭാവന അങ്ങ് മാറിയിട്ട് അവിടെ അസമത്വം വരാൻ തുടങ്ങി. ദാറ്റ്സ് ദ ഫസ്റ്റ് ആന്റഗോണിസ്റ്റിക് ക്ലാസ്സസ്. അങ്ങനെ ഈ ആദ്യത്തെ രണ്ട് എതിരായിട്ടുള്ള ക്ലാസ്സസ്, അതായത് സ്ലേവ്സ് ആൻഡ് സ്ലേവ് ഓണേഴ്സ്, ആദ്യത്തെ ആന്റഗോണിസ്റ്റിക് ക്ലാസ്സസ് ആണ് സ്ലേവ്സ് ആൻഡ് സ്ലേവ് ഓണേഴ്സ്. അവര് അപ്പിയർ ചെയ്യാൻ തുടങ്ങി. This is how the development of the forces of production led to the deep replacement of primitive communal system by slavery. ഇനി അടുത്തത് സ്ലേവ് ഓയിങ് സൊസൈറ്റി. ഈ അടിമകളെ സ്വന്തമാക്കി വെച്ചിരുന്നു കുറെ കൂട്ടർ വെച്ചിരുന്നു. അപ്പൊ അങ്ങനെയുള്ള സ്ലേവ് ഓയിങ് സൊസൈറ്റി. ഇൻ ദ സ്ലേവ് ഓയിങ് സൊസൈറ്റി primitive tools were perfected and bronze and iron tools replaced the stone and wooden implements. അപ്പൊ ഈ കാലഘട്ടത്തിൽ സ്ലേവ് ഓയിങ് സൊസൈറ്റിയിൽ പ്രിമിറ്റീവ് ടൂൾസ്, ആ പഴയ പുരാതന സമയത്ത് ഉണ്ടായിരുന്ന ടൂൾസ് എല്ലാം പെർഫെക്റ്റ് ആക്കി, എന്നിട്ട് അത് ബ്രോൺസും അയേണും ഒക്കെ കൊണ്ടുള്ളതാക്കി മാറ്റി, കല്ല് മാറി അവിടെ ബ്രോൺസ് ആൻഡ് അയൺസ് ഒക്കെ വന്ന്, അതുപോലെ വുഡൻ ഇംപ്ലിമെന്റ്സും ഒക്കെ വന്ന് ലാർജ് സ്കെയിൽ അഗ്രികൾച്ചർ, ലീവ് സ്റ്റോക്ക് റേസിംഗ്, മൈനിങ് ആൻഡ് ഹാൻഡിക്രാഫ്റ്റ്സ് ഡെവലപ്ഡ്. അപ്പൊ അങ്ങനെ ലാർജ് സ്കെയിൽ അഗ്രികൾച്ചറിലും മൈനിങ്, ഹാൻഡിക്രാഫ്റ്റ്സ് അതൊക്കെ ലാർജ് ഫോമിൽ ലാർജ് സ്കെയിൽ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. ദ ഡെവലപ്മെന്റ് ഓഫ് ദിസ് ടൈപ്പ് ഓഫ് ഫോഴ്സസ് ഓഫ് പ്രൊഡക്ഷൻ ഓൾസോ ചേഞ്ച്ഡ് റിലേഷൻ ഓഫ് പ്രൊഡക്ഷൻ. അപ്പൊ ഇതുപോലത്തെ ഉള്ള ഫോഴ്സസ് ഓഫ് പ്രൊഡക്ഷനിൽ ഉണ്ടായ ആ വർധനവ് ഓൾസോ ചേഞ്ച് ദ റിലേഷൻ ഓഫ് പ്രൊഡക്ഷൻ. റിലേഷൻ ഓഫ് പ്രൊഡക്ഷനെയും അത് ബാധിച്ചു. ദീസ് റിലേഷൻസ് വെർ ബേസ്ഡ് ഓൺ ദ സ്ലേവ്സ് ഓണേഴ്സ് അബ്സല്യൂട്ട്ലി ഓണർഷിപ്പ് ഓഫ് ബോത്ത് ദ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ദ സ്ലേവ് ആൻഡ് എവറിത്തിങ് ദേ പ്രൊഡ്യൂസ്ഡ്. അപ്പൊ ഈ റിലേഷൻഷിപ്പ്, ഈ ഇങ്ങനെയുള്ള വർധനവ്, ഈ ഫോഴ്സ് ഓഫ് പ്രൊഡക്ഷനിലും റിലേഷൻഷിപ്പിലും ഉണ്ടായ വർധനവ്, റിലേഷൻസ് വെർ ബേസ്ഡ് ഓൺ ദ സ്ലേവ് ഓണേഴ്സ് അബ്സല്യൂട്ട്ലി ഓണർഷിപ്പ് ഓഫ് ബോത്ത് ദ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ദ സ്ലേവ്. അപ്പൊ ഈ സ്ലേവ് ഓണേഴ്സ് എന്നുള്ള ആളുകൾ, അവര് അടിമകളെ സ്വന്തമാക്കി വെച്ചിരുന്ന ആ ആളുകൾ ഈ പ്രൊഡക്ഷൻ ടൂൾസും അവരുടെ തന്നെ സ്വന്തമാക്കി, അതുപോലെ അടിമകളെയും അവരുടെ കീഴിലാക്കി. ദ ഓണർ ലെഫ്റ്റ് ദ സ്ലേവ്സ് ഓൺലി വിത്ത് ദ ബെയർ മിനിമം നെസസിറ്റീസ് ടു കീപ് ദം ഫ്രം ഡൈയിങ് ഓഫ് സ്റ്റാർവേഷൻ. അപ്പൊ ഈ ഇങ്ങനെ അടിമകളാക്കി വെച്ചിരുന്ന ആ ആളുകള്, അവര് ആ ജന്മികള്, അവരുടെ ഈ സ്ലേവ്സിന് അല്ലെങ്കിൽ തൊഴിലാളികൾക്ക് കൊടുത്തിരുന്നത് ഏറ്റവും മിനിമം നെസസിറ്റീസ്, ഏറ്റവും കുറഞ്ഞ അത്യാവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടത് കാര്യം മാത്രമാണ് അവർക്ക് കൊടുത്തിരുന്നത്. അതായത് മരിച്ചു പോകാതെയും പട്ടിണി കിടക്കാതെയും മുന്നോട്ട് പോവുക, അതിനു വേണ്ടി ഉള്ള മിനിമം കാര്യങ്ങൾ മാത്രം, ആവശ്യങ്ങൾ മാത്രം അവരുടെ പൂർത്തീകരിച്ചു കൊടുത്തിരുന്നുള്ളു. ഇൻ ദിസ് സിസ്റ്റം ദ ഹിസ്റ്ററി ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ഹ്യൂമൻസ് ബൈ ഹ്യൂമൻസ് ആൻഡ് ദ ഹിസ്റ്ററി ഓഫ് ക്ലാസ് സ്ട്രഗിൾ ബിഗിൻസ്. അപ്പൊ ഈ ഒരവസ്ഥയിലാണ് ഹിസ്റ്ററി ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ഹ്യൂമൻസ് ബൈ ഹ്യൂമൻസ്, മനുഷ്യൻ തന്നെ ചൂഷണം ചെയ്യുന്ന ആ പ്രവൃത്തിക്ക് ചരിത്രത്തിൽ ആരംഭം കുറിച്ചത്. അതോടുകൂടി ക്ലാസ് സ്ട്രഗിളും തുടങ്ങി. അപ്പൊ പരസ്പരം ക്ലാസ്സുകൾ വ്യക്തമാക്കപ്പെട്ട് അപ്പൊ അവര് തമ്മിലുള്ള സ്ട്രഗിളും ആരംഭിച്ചു തുടങ്ങി, കോൺഫ്ലിക്ട്സും ആരംഭിച്ചു തുടങ്ങി. ദ ഡെവലപ്മെന്റ് ഓഫ് പ്രൊഡക്റ്റീവ് ഫോഴ്സസ് വെന്റ് ഓൺ ആൻഡ് സ്ലേവറി ബിക്കം ആൻ impediment to the expansion of the social production. Production demand the constant improvement of implements, higher labor productivity, but the slaves had no interest in this as it would not improve their position. അപ്പൊ പ്രൊഡക്ഷൻ
എന്ന് പറഞ്ഞാൽ ഉൽപാദനം പലപ്പോഴും അത് കൂടുതൽ ഇമ്പ്രൂവ്മെന്റ് ആവശ്യപ്പെടുന്നുണ്ടായി ഓണേഴ്സ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പരിഷ്കാരങ്ങളും അവർ ചെയ്യുന്നുണ്ടായിരുന്നു, ഹയർ ലേബർ പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ബട്ട് ദ സ്ലേവ്സ് ഹാഡ് നോ ഇൻട്രസ്റ്റ്. പക്ഷേ ഇതിലൊക്കെ സ്ലേവ്സിന്, അടിമകൾക്ക് അത്ര താല്പര്യം ഉണ്ടായില്ല. ചെയ്താലും ചെയ്തില്ലെങ്കിലും അവർ ആ മിനിമത്തിൽ കൂടി തന്നെ മുന്നോട്ട് പോകണം. അതുകൊണ്ട് ദ സ്ലേവ്സ് ഹാഡ് നോ ഇൻട്രസ്റ്റ് ഇൻ ദിസ് ആസ് ഇറ്റ് വുഡ് നോട്ട് ഇംപ്രൂവ് ദെയർ പൊസിഷൻ. അവരുടെ പൊസിഷനിൽ ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കില്ലെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് അവർക്ക് ഈ വക കാര്യങ്ങളിലൊന്നും അത്രയ്ക്ക് താല്പര്യമില്ലായിരുന്നു. വിത്ത് ദ പാസേജ് ഓഫ് ടൈം ദ ക്ലാസ് കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ദ ക്ലാസസ് ഓഫ് സ്ലേവ് ഓണേഴ്സ് and the slave become acute and it was manifested in slave revolts. അപ്പോൾ ഇങ്ങനെ മുന്നോട്ട് പോയപ്പോൾ വിത്ത് പാസേജ് ഓഫ് ടൈം ദ ക്ലാസ് കോൺഫ്ലിക്റ്റ്, ഈ രണ്ട് വർഗക്കാരുടെ ഇടയിലുള്ള കോൺഫ്ലിക്റ്റ് തുടരാൻ തുടങ്ങി. അതായത് ബിറ്റ്വീൻ ദ ക്ലാസസ് ഓഫ് സ്ലേവ്, അടിമകളുടെ കൂട്ടവും അതുപോലെ ഓണേഴ്സിന്റെ കൂട്ടവും തമ്മിൽ, ഓണേഴ്സും അടിമകളും തമ്മിൽ ക്ലാസ് കോൺഫ്ലിക്റ്റ് ആരംഭം തുടങ്ങി. ആൻഡ് ദ സ്ലേവ്സ് ബിക്കം അക്യൂട്ട് ആൻഡ് ഇറ്റ് വാസ് മാനിഫെസ്റ്റഡ് ഇൻ എ സ്ലേവ് റിവോൾട്ട്സ്. അങ്ങനെ അവസാനം ഈ അടിമകൾ ഏറ്റവും അക്യൂട്ട് സ്ഥിതിയിലെത്തിയപ്പോൾ ഒരു സ്ലേവ് റിവോൾട്ട് തന്നെ, അവർ ഒന്നിച്ച് നിന്ന് ശരിക്കും ഫൈറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അങ്ങനെ ഒരു സ്ലേവ് റിവോൾട്ട്സ് തന്നെ അവിടെ ആരംഭിക്കപ്പെട്ടു. ദീസ് റിവോൾട്ട്സ് ടുഗെദർ വിത്ത് റെയ്ഡ്സ് ഫ്രം നൈബറിംഗ് ട്രൈബ്സ് അണ്ടർമെൻ ദ ഫൗണ്ടേഷൻ ഓഫ് സ്ലേവറി ലീഡിങ് ടു ന്യൂ സ്റ്റേജ് ദാറ്റ് ഈസ് ഫ്യൂഡൽ സൊസൈറ്റി. അപ്പൊ ഇങ്ങനെയുള്ള ഈ വിപ്ലവത്തിൽ അടുത്തുള്ള ട്രൈബ്സും കൂടി രണ്ടു കൂട്ടരും കൂടി കഴിഞ്ഞപ്പോഴേക്കും അത് വലിയ രീതിയിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആയിട്ട് മാറി. അങ്ങനെ ഫ്യൂഡൽ സിസ്റ്റത്തിന് ആരംഭം കുറിച്ച്. The feudal system, progressive development of the productive forces continued under feudalism. അപ്പോൾ ഫ്യൂഡലിസത്തിലും ഈ പ്രൊഡക്റ്റീവ് ഫോഴ്സസിന്റെ പ്രോഗ്രസീവ് ഡെവലപ്മെന്റ് ഉണ്ടായിക്കൊണ്ടിരുന്നു. പീപ്പിൾ സ്റ്റാർട്ടഡ് യൂസിങ് ഇനാനിമേറ്റ് സോഴ്സസ് ഓഫ് എനർജി. അപ്പൊ നേരത്തെ എനർജി മനുഷ്യനിൽ നിന്ന് തന്നെയാണ്, മനുഷ്യനെ കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നെങ്കിലും പിന്നെ പീപ്പിൾ സ്റ്റാർട്ടഡ് യൂസിങ് ഇന്നാനിമേറ്റ്, മനുഷ്യനിൽ കൂടി അല്ലാത്ത എനർജികളും മറ്റും ഉപയോഗിക്കാൻ തുടങ്ങി. വാട്ടർ ആൻഡ് വിൻഡ് ബിസൈഡ്സ് ഹ്യൂമൻ ലേബറിനെ കൂടാതെ വാട്ടറും വിൻഡും ഒക്കെ ഉപയോഗിച്ച് എനർജി ഉൽപ്പാദിപ്പിക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് വന്നു. ദ ക്രാഫ്റ്റ്സ് അഡ്വാൻസ്ഡ് ഫർദർ. ക്രാഫ്റ്റ്സ് ഒക്കെ വീണ്ടും പുരോഗമിച്ച്. ന്യൂ ഇംപ്ലിമെന്റ്സ് ആൻഡ് മെഷീൻസ് വെർ ഇൻവെന്റഡ് ആൻഡ് ഓൾഡ് വൺസ് വെർ ഇംപ്രൂവ്ഡ്. അപ്പോൾ പുതിയ മെഷീനറികൾ ഉണ്ടാക്കി, അതുപോലെ പഴയത് കൂടുതൽ ഇംപ്രൂവ് ചെയ്യാനും തുടങ്ങി. ദ ഡെവലപ്മെന്റ് ഓഫ് ഫോഴ്സസ് ഓഫ് പ്രൊഡക്ഷൻ. അങ്ങനെ ഇതെല്ലാം ഫോഴ്സസ് ഓഫ് പ്രൊഡക്ഷനാണ്. ഈ മെഷീനറി, ടൂൾസ്, അങ്ങനെയുള്ള ഉൽപാദനം വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളെയാണ് നമ്മൾ ഫോഴ്സസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ദ ഡെവലപ്മെന്റ് ഓഫ് ഫോഴ്സസ് ഓഫ് പ്രൊഡക്ഷൻ ലെഡ് ടു എമർജൻസ് ഓഫ് ഫ്യൂഡൽ റിലേഷൻ ഓഫ് പ്രൊഡക്ഷൻ. അപ്പൊ ഇത് ഫ്യൂഡൽ റിലേഷൻ ഓഫ് പ്രൊഡക്ഷന് തുടക്കം കുറിച്ച്. These relations were based on the feudal lords' ownership of the serfs or landless peasants. അപ്പൊ ഈ ഉള്ളവരെന്ന് പറഞ്ഞാൽ ഫ്യൂഡൽ ലോർഡ്സ്, അതായത് പ്രഭുക്കന്മാര്, അതുപോലെ ഓണർഷിപ്പ് ഓഫ് ദ സെർവ്സ് ഓർ ലാൻഡ്ലെസ് പീസൻസ്. അവിടെ ഓണേഴ്സ് ഓഫ് ദ സെർവ്സ്, അടിമകളെ പോലെ ജോലി ചെയ്തിരുന്നവരും പിന്നെ കൃഷിക്കാര്, സ്വന്തമായിട്ട് ഭൂമിയില്ലാത്ത കൃഷിക്കാര്, അവരെല്ലാവരും ഈ ഫ്യൂഡൽ ലോർഡ്സിന്റെ കീഴിലായി. ദ പ്രൊഡക്ഷൻ റിലേഷൻസ് വെർ റിലേഷൻസ് ഓഫ് ഡോമിനേഷൻ ആൻഡ് സബ്ജക്ഷൻ, എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ദ സെർവ്സ് ബൈ ദ ഫ്യൂഡൽ ലോർഡ്സ്. അപ്പൊ ഇവിടെ ഫ്യൂഡൽ ലോർഡ്സ് സെർവ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ഒരവസ്ഥയാണ് ഇവിടെ കണ്ടുവരുന്നത്. നെവർത്തിലെസ് ദീസ് റിലേഷൻസ് വെർ മോർ progressive than in slavery system because they made the laborers interested to some extent in their labor. The peasants and the artisans could own the implements or small parts of land. These forms of production underwent changes due to new discoveries. അപ്പൊ ഇങ്ങനെ കുറെ കാലഘട്ടത്തിൽ ഇങ്ങനെ വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് രണ്ടു കൂട്ടരും അവരവരുടെ കാര്യങ്ങളിൽ നോക്കി മുന്നോട്ട് പോയെങ്കിലും പിന്നീട് കുറെ കാലം കഴിഞ്ഞപ്പോഴേക്കും the forces of production underwent changes. Forces of production വീണ്ടും ചേഞ്ച് ആരംഭിച്ച് due to new discoveries. പുതിയ കണ്ടുപിടുത്തം മൂലം മിഷനറീസിലും മറ്റു കാര്യങ്ങളിലും ഒക്കെ കൂടുതൽ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കപ്പെട്ട് അതോടുകൂടി പ്രൊഡക്ഷൻ ചെയ്യുന്ന രീതിയിൽ കുറെ മാറ്റങ്ങൾ വന്നു. ഓൾ ദിസ് ലെഡ് ടു ദ നീഡ് ആൻഡ് ഗ്രോത്ത് ഓഫ് മാസ് സ്കെയിൽ മാനുഫാക്ചർ. അപ്പൊ ഇതിന്റെ ഫലമായിട്ട് നല്ല
വലിയ തോതിൽ തന്നെ ഓരോ കാര്യങ്ങളും ഓരോ ഉൽപ്പാദനങ്ങളും ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി. ദിസ് ബിക്കം പോസിബിൾ ഡ്യൂ ടു അഡ്വാൻസസ് ഇൻ ടെക്നോളജി. ടെക്നോളജിയിലെ അഡ്വാൻസസ് കൊണ്ടാണ് ഇതുപോലെയുള്ള ഇംപ്രൂവ്മെന്റ് ഉണ്ടായത്, ഡെവലപ്മെന്റ് ഉണ്ടായത്. ദിസ് ബ്രോട്ട് ദ അൺഓർഗനൈസ്ഡ് ലേബേഴ്സ് അറ്റ് വൺ പ്ലേസ് ദ ഫാക്ടറി. അപ്പൊ ഇങ്ങനെയുള്ള ആ അഡ്വാൻസസ് ഇൻ ടെക്നോളജിയുടെ ഫലമായിട്ട് എന്താ ഉണ്ടായത്? ദിസ് ബ്രോട്ട് ദ അൺഓർഗനൈസ്ഡ് ലേബേഴ്സ് ആൻഡ് വൺ പ്ലേസ്. അപ്പൊ അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള ലേബേഴ്സ് അവിടെ ഉണ്ടായി. അവരൊക്കെ ഒരു ഫാക്ടറിയിൽ അങ്ങനെ വെറുതെ ജോലി ചെയ്തുകൊണ്ടിരിക്കുക, പക്ഷെ അവരൊരു ഒന്നിച്ച് ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുണ്ടായിരുന്നില്ല. ദിസ് സ്പാർക്ക് ഓഫ് ഓൾറെഡി ഷാർപ്പൻഡ് ക്ലാസ് കോൺഫ്ലിക്ട് ലീഡിംഗ് ടു പീസ് ആൻഡ് റെവല്യൂഷൻ അഗെയിൻസ്റ്റ് ലാൻഡ് ലോഡേഴ്സ്. ദ ന്യൂ സിസ്റ്റം ഓഫ് പ്രൊഡക്ഷൻ ഡിമാൻഡഡ് ഫ്രീ ലേബറർ whereas the serf was tied to the land. Therefore, the new forces of production also changed the relation of production, culminating into a change in the mode of production from feudalism to capitalism. അങ്ങനെ ഈ പേരും തമ്മിലുള്ള ഭിന്നത കൂടുതൽ ഊർജിച്ചു വന്നപ്പോഴേക്കും ആ ഫ്യൂഡലിസം എന്നുള്ള ആ അവസ്ഥ അങ്ങ് മാറ്റിയിട്ട് ക്യാപിറ്റലിസത്തിലേക്ക് ആയി society. In the next subsection, we will talk about class conflict in capitalist society. അപ്പോൾ ഫ്യൂഡൽ വ്യവസ്ഥിതിയിൽ നല്ല കോൺഫ്ലിക്റ്റുകൾ ആരംഭിച്ച് അതൊന്നും കൂടി മൂർധന്യാവസ്ഥയിൽ എത്തത്തക്ക രീതിയിലായി സൊസൈറ്റി ക്യാപിറ്റലിസ്റ്റ് വേ ഓഫ് ലൈഫിലേക്ക് തിരിഞ്ഞപ്പോൾ. Intensification of class conflict under capitalism. Large-scale machine production is the specific feature of the productive forces of capitalism. അപ്പം മുതലാളിത്തത്തിൻ്റെ പ്രൊഡക്റ്റീവ് ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ ലാർജ് സ്കെയിൽ മെഷീൻസ് ആണ്. അപ്പോൾ അത് പ്രൊഡക്ഷനും അതുപോലെ തന്നെ മെഷീനറിയിൽ ടെക്നോളജി കൂടുതൽ ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ അതെല്ലാം കൂടുതൽ അഡ്വാൻസ്ഡ് ആയപ്പോൾ പ്രൊഡക്ഷനും അതുപോലെ തന്നെ വളരെ ഹ്യൂജ് ആയിട്ട് മാറി. ഹ്യൂജ് ഫാക്ടറീസ്, പ്ലാന്റ്സ് ആൻഡ് മൈൻസ് ടുക്ക് ദ പ്ലേസ് ഓഫ് ആർട്ടിഷ്യൻ വർക്ക്ഷോപ്സ് ആൻഡ് മാനുഫാക്ചേഴ്സ്. അപ്പോൾ ഈ ടെക്നോളജിയുടെ ഡെവലപ്മെൻറ്റ് ഹ്യൂജ് ഫാക്ടറീസിനെ വഴിയൊരുക്കി. അപ്പോൾ അവിടെ പഴയ ആർട്ടിഷ്യൻ വർക്ക്ഷോപ്സ് അതുപോലെ ചെറിയ കാര്യങ്ങളെല്ലാം അവിടെ നിന്ന് തൂത്തുമാറ്റപ്പെട്ട്. മാർക്സ് ആൻഡ് ഏഞ്ചൽസ് ഡിസ്ക്രൈബ് ദ ക്യാപിറ്റലിസ്റ്റ് പ്രൊഡക്റ്റീവ് ഫോഴ്സ് ഇൻ ദ മാനിഫെസ്റ്റോ ഓഫ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. The vigorous growth of the forces of production was helped by the capitalist relation of production based on private capitalist ownership. അപ്പോൾ വിഗറസ് ഗ്രോത്ത് ഓഫ് ഫോഴ്സസ് ഓഫ് പ്രൊഡക്ഷൻ, അപ്പോൾ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ വളരെ വലിയ തോതിലായപ്പോൾ ഇറ്റ് വാസ് ഹെൽപ്ഡ് ബൈ ദ ക്യാപിറ്റലിസ്റ്റ് റിലേഷൻ ഓഫ് പ്രൊഡക്ഷൻ ബേസ്ഡ് ഓൺ പ്രൈവറ്റ് ക്യാപിറ്റലിസ്റ്റ് ഓണർഷിപ്പ്. അപ്പോൾ ക്യാപിറ്റലിസ്റ്റ് റിലേഷനിൽ ആ പ്രൊഡക്ഷൻ കുറേ പ്രൈവറ്റ് ക്യാപിറ്റലിസ്റ്റ് ഓണർഷിപ്പുകളുടെ കൈകളിലേക്ക് മാറി. അണ്ടർ ക്യാപിറ്റലിസം the producers, the proletariat are legally free, being attached neither to the land nor any particular factory. അപ്പോൾ ഈ പുതിയ അണ്ടർ ക്യാപിറ്റലിസം, ഈ ക്യാപിറ്റലിസത്തിൽ മുതലാളിത്ത വ്യവസ്ഥിതിയിൽ ദ പ്രൊഡ്യൂസേഴ്സ്, അതായത് പ്രോളിറ്ററേറ്റ് തൊഴിലാളികൾ, കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ, ദ പ്രോളിറ്ററേറ്റ് ആർ ലീഗലി ഫ്രീ, അവർ നിയമപരമായിട്ട് നോക്കുകയാണെങ്കിൽ സ്വതന്ത്രരാണ്. ബീങ് അറ്റാച്ച്ഡ് നൈദർ ടു ദ ലാൻഡ് നോർ ടു എനി പർട്ടിക്കുലർ ഫാക്ടറി. അത് ഇന്ന ഫാക്ടറിയിലെ ആളാണെന്നോ അല്ലെങ്കിൽ ഇന്ന ലാൻഡിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണെന്നോ ഒന്നുമില്ല. അവർ ദേ ആർ ഫ്രീ ഇൻ ദ സെൻസ് ദാറ്റ് ദേ ക്യാൻ ഗോ ടു വർക്ക് ഫോർ എനി ക്യാപിറ്റലിസ്റ്റ്. ഏത് ക്യാപിറ്റലിസ്റ്റിന് വേണ്ടി വർക്ക് ചെയ്യാനും അവർക്ക് പോകാം, അതിന് അവർക്ക് ഫ്രീഡം ഉണ്ടായിരുന്നു. ബട്ട് ദേ ആർ നോട്ട് ഫ്രീ ഫ്രം ബൂർഷോസിസ് ക്ലാസ് ആസ് എ ഹോൾ. പക്ഷെ ഒരു ക്യാപിറ്റലിസ്റ്റിന്റെ അടുത്ത് നിന്ന് പോയി വേറൊരു ക്യാപിറ്റലിസ്റ്റിന്റെ അടുത്ത് ജോലി ചെയ്താലേ അവർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ബട്ട് അങ്ങനെ ദേ ആർ നോട്ട് ഫ്രീ ഫ്രം ബൂർഷോസിസ് ക്ലാസ്. ബൂർഷോസി ക്ലാസ്സിൽ നിന്ന് അവർ മുക്തരായില്ല, അവരുടെ കീഴിൽ തന്നെ ജോലി ചെയ്യുന്ന ആളുകളായിട്ട് മാറി. പൊസസിങ് നോ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ, ദേ ആർ കമ്പൽഡ് ടു സെൽ ദെയർ ലേബർ പവർ ആൻഡ് ദെയർ ബൈ കം അണ്ടർ ദ യോക്ക് ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ. അപ്പോൾ ഇവർ പൊസസിങ് നോ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ, അവരുടെ ഉൽപാദനക്ഷമതക്ക് ആവശ്യമുള്ള മെഷീനറി ഒന്നും സ്വന്തമായിട്ടില്ല. അതായത് പൊസസിങ് നോ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ, ദേ ആർ കമ്പൽഡ് ടു സെൽ ദെയർ ലേബർ പവർ. അപ്പോൾ അവരുടെ ലേബർ പവർ അവർ വിൽക്കേണ്ടതായിട്ട് വന്നു, അവരുടെ ലേബർ പവർ തന്നെ ഉപയോഗിച്ചിട്ട് ജീവിക്കേണ്ടതായിട്ട് വന്നു, അതായത് പണിയെടുക്കേണ്ടതായിട്ട് വന്നു. ആൻഡ് ദെയർ ബൈ കം അണ്ടർ ദ യോക്ക് ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ. അങ്ങനെ വീണ്ടും ചൂഷിത വലയത്തിൽ തന്നെ ആയിത്തീർന്നു. അപ്പോൾ അവർ
ആരും അവരെ പിടിച്ച് കെട്ടിയിട്ടിട്ടില്ല. പക്ഷെ അവർക്ക് ജീവിക്കണമെങ്കിൽ തൊഴിലെടുക്കണം, തൊഴിൽ ചെയ്യണം. അത് സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ ഉൽപ്പാദിപ്പിക്കേണ്ട വസ്തുതകൾ അവരുടെ കയ്യിലില്ല. അപ്പൊ അതുകൊണ്ട് വീണ്ടും ഇവരുടെ കീഴിൽ തന്നെ ജോലി ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പൊ ഇവരുടെ മുതലാളിത്ത വർഗത്തിന്റെ കീഴിൽ ജോലി ചെയ്യുമ്പോൾ അവിടെ വീണ്ടും അവര് ചൂഷണത്തിന് ഇരയായിക്കൊണ്ടേയിരുന്നു. ഡ്യൂ ടു ദിസ് എക്സ്പ്ലോയിറ്റേഷൻ ദ റിലേറ്റീവ്ലി ഫ്രീ ലേബേഴ്സ് ബിക്കം കോൺഷ്യസ് ഓഫ് their ക്ലാസ് ഇൻട്രസ്റ്റ് ആൻഡ് ഓർഗനൈസ് themselves into a വർക്കിംഗ് ക്ലാസ് മൂവ്മെന്റ്. അപ്പൊ ഇവിടെയാണ് ആ ക്ലാസിന്റെ രണ്ട് കാറ്റഗറിയും ഒന്നിക്കണത്. അതായത് ഒബ്ജക്റ്റീവ് കാറ്റഗറിയും സബ്ജക്റ്റീവ് കാറ്റഗറിയും ചേർന്ന് നല്ലൊരു ക്ലാസ് ഫോർമേഷന് ഇത് ഹെൽപ്പ് ചെയ്ത്. ഡ്യൂ ടു ദിസ് എക്സ്പ്ലോയിറ്റേഷൻ, ഈ ചൂഷണത്തിൽ ദ റിലേറ്റീവ്ലി ഫ്രീ ലേബേഴ്സ് ബിക്കം കോൺഷ്യസ്. അപ്പോൾ ഒരു കുറച്ചും കൂടി ഫ്രീ ആയിട്ടുള്ള ലേബേഴ്സ് ബോധവാന്മാരായി ഓഫ് ദെയർ ക്ലാസ് ഇൻട്രസ്റ്റ്. അപ്പൊ തങ്ങളുടെ ക്ലാസ് ഇൻട്രസ്റ്റിനെ സംരക്ഷിക്കേണ്ടത് തങ്ങളുടെ രക്ഷയ്ക്ക് ആവശ്യമാണെന്ന് അവര് കണ്ട് ആൻഡ് ഓർഗനൈസ് ദംസെൽസ് ഇൻ ടു എ വർക്കിംഗ് ക്ലാസ് മൂവ്മെന്റ്. അങ്ങനെ അവരൊരു വർക്കിംഗ് ക്ലാസ് മൂവ്മെന്റ് അങ്ങ് ഓർഗനൈസ് ചെയ്ത്. ദിസ് വർക്കിംഗ് ക്ലാസ് മൂവ്മെന്റ് ഇന്റൻസിഫൈഡ് ഇറ്റ്സ് സ്ട്രഗിൾ അഗൈൻസ്റ്റ് ദ ബൂർഷ്വാ ക്ലാസസ്. ബൂർഷ്വാ ക്ലാസസിന് അഗൈൻസ്റ്റ് ആയിട്ടുള്ള സ്ട്രഗിള് അതിനകത്ത് എപ്പോഴും നടന്നുകൊണ്ടിരുന്നു. ഇറ്റ് ബിഗിൻസ് വിത്ത് ബാർഗൈനിങ് ഫോർ ബെറ്റർ വേജസ്. അപ്പൊ ഇങ്ങനെ ഒരു മൂവ്മെന്റ് ഉണ്ടായി കഴിഞ്ഞപ്പോൾ അതിനകത്ത് ആ സംഘടനയിൽ ആവശ്യപ്പെട്ടിരുന്നത് ബിഗിൻസ് വിത്ത് ബാർഗൈനിങ് ഫോർ ബെറ്റർ വേജസ്, നല്ല കൂലി, കുറച്ചും കൂടി മെച്ചപ്പെട്ട കൂലി വേണം. ആൻഡ് വർക്കിംഗ് കണ്ടീഷൻ ആൻഡ് കൾമിനേറ്റ്സ്, കൂടുതൽ നല്ല നല്ല വർക്കിംഗ് കണ്ടീഷനും അതുപോലെയുള്ള കാര്യങ്ങളും വേണം. ഇന്റൻസിഫൈഡ് ക്ലാസ് കോൺഫ്ലിക്റ്റ്. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഈ സമരങ്ങൾ ക്ലാസ് കോൺഫ്ലിക്റ്റിലേക്ക് നയിച്ചു. വിച്ച് ഈസ് എയിംഡ് അറ്റ് ഓവർ ത്രോയിങ് ദ ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റം. അങ്ങനെ ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റത്തിനെ തന്നെ മാറ്റാവുന്ന ഒരു ശക്തിയായിട്ട് ഈ ക്ലാസ് കോൺഫ്ലിക്റ്റ് വളർന്നു. മാർക്സ് സെഡ് ദാറ്റ് ദ ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റം സിംബോളൈസസ് ദ മോസ്റ്റ് അക്യൂട്ട് ഫോം ഓഫ് ഇനീക്വാലിറ്റി, എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് ക്ലാസ് അന്റഗോണിസം. മാർക്സ് പറയുന്നത് ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റം കാണിക്കുന്നത് ഏറ്റവും അക്യൂട്ട് ആയിട്ടുള്ള ഫോം ഓഫ് ഇനീക്വാലിറ്റി, അസമത്വം, എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണം, ആൻഡ് ക്ലാസ് അന്റഗോണിസം, ക്ലാസ്സുമായിട്ടുള്ള എതിർപ്പുകളും അവര് രണ്ട് വിരുദ്ധ ക്ലാസ്സുകൾ തമ്മിലുള്ള വിദ്വേഷം, ഇതൊക്കെ ഏറ്റവും അക്യൂട്ട് ഫോമിൽ ആയ ഒരു സിസ്റ്റം ആയിരുന്നു ഈ ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ദിസ് പാവ്സ് ദ വേ ഓഫ് എ സോഷ്യലിസ്റ്റ് റെവല്യൂഷൻ വിച്ച് വുഡ് ലീഡ് ടു എ ന്യൂ സ്റ്റേജ് ഓഫ് സൊസൈറ്റി. അപ്പൊ ഇങ്ങനെയുള്ള ഒരു കണ്ടീഷനിലാണ് ദിസ് പാവ്സ് ദ വേ ഫോർ എ സോഷ്യലിസ്റ്റ് റെവല്യൂഷൻ, ഒരു സോഷ്യലിസ്റ്റ് റെവല്യൂഷനിലേക്കുള്ള വഴി ഇത് തെളിയിച്ചു കൊടുത്ത്. ലീഡ് ടു എ ന്യൂ സ്റ്റേജ് ഓഫ് സൊസൈറ്റി. അങ്ങനെ സൊസൈറ്റിക്ക് ഒരു ന്യൂ സ്റ്റേജ് ഉണ്ടാകാനായിട്ട് ഹെൽപ്ഫുള്ളായി. അപ്പൊ ഇതിനെയാണ് കമ്മ്യൂണിസം എന്ന് പറയുന്നത്. ഈ കമ്മ്യൂണിസം എന്താണ് ഈ ബോക്സിൽ ഒന്നും കൂടി വിശദീകരിച്ചിട്ടുണ്ട്. ദ വേർഡ് കമ്മ്യൂണിസം ഒറിജിനേറ്റഡ് ഇൻ ദ മിഡ് 1830s when it was used by members of the സീക്രട്ട് റെവല്യൂഷണറി പാർട്ടീസ് ഇൻ പാരീസ്. പാരീസിലെ ഒരു സീക്രട്ട് റെവല്യൂഷണറി പാരീസ് ആണ് ഈ പദം 1830 കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചിരുന്നത്. ഇറ്റ് റെഫർ ടു പൊളിറ്റിക്കൽ മൂവ്മെന്റ് ഓഫ് ദ വർക്കിംഗ് ക്ലാസ്. അത് റെഫർ ചെയ്യണത് പൊളിറ്റിക്കൽ മൂവ്മെന്റ് ഓഫ് ദ വർക്കിംഗ് ക്ലാസ്. വർക്കിംഗ് ക്ലാസിന്റെ ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് ആണ് ഇൻ ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി. ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയിൽ വർക്കിംഗ് ക്ലാസിന്റെ ഒരു മൂവ്മെന്റിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ടാണ് ഈ പദം ഉപയോഗിച്ചിരുന്നത്. ഇറ്റ് ഓൾസോ റെഫർ ടു ദ ഫോം ഓഫ് society which the working class would create as a result of its struggle. During the later half of the 19th century, both terms, socialism and communism, were used interchangeably to describe the working class movement. അപ്പോൾ ഈ വർക്കിംഗ് ക്ലാസ് മൂവ്മെന്റ് കൂടുതൽ ഡിസ്ക്രൈബ് ചെയ്യാൻ നേരത്ത് പിന്നീട് 19th സെഞ്ചുറി ആയപ്പോഴേക്കും രണ്ട് പദങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. ചിലപ്പോൾ ഒക്കെ കമ്മ്യൂണിസം എന്ന് പറയും, ചിലപ്പോഴൊക്കെ അവിടെ സോഷ്യലിസം. അങ്ങനെ ബോത്ത് ടേംസ് സോഷ്യലിസം ആൻഡ് കമ്മ്യൂണിസം വെയർ യൂസ്ഡ് ഇന്റർചേഞ്ചബിളി, മാറി അവരങ്ങനെ പ്രയോഗിക്കാൻ തുടങ്ങി. മാർക്സ് ആൻഡ് ഏഞ്ചൽസ് ഓൾസോ യൂസ് ദീസ് ടേംസ് ഇൻ എ സിമിലർ ഫാഷൻ. മാർക്സും ഏഞ്ചൽസും ഇവർ പാരീസുകാർ ഉപയോഗിച്ചിരുന്നത് പോലെ തന്നെ ചിലപ്പോൾ പറയും കമ്മ്യൂണിസം എന്നും ചിലപ്പോൾ പറയും സോഷ്യലിസം. എന്നാലും ക്യാപിറ്റലിസ്റ്റിൽ നിന്നുള്ള ഒരു പുതിയ ലോകത്തിനെയാണ് ഇത് കാണിക്കുന്നത്. അപ്പൊ ഇൻ ദ ക്യാപിറ്റലിസ്റ്റ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ ദ ക്ലാസ് അന്റഗോണിസം അക്വേഴ്സ് മോസ്റ്റ് അക്യൂട്ട് ഡൈമെൻഷൻസ്. അപ്പൊ ക്യാപിറ്റലിസ്റ്റ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ വന്നപ്പോൾ കൂടുതൽ ഹൈ ഫോമിലുള്ള ഉൽപാദനം, മെഷീനറി ഒക്കെ വന്ന് അതുപോലെ ഉൽപാദനവും കൂടി കഴിഞ്ഞപ്പോഴേക്കും ദ വർക്കിംഗ് ക്ലാസ് മൂവ്മെന്റ് ബിഗിൻസ് ടു കോൺക്രിറ്റൈസ് ആൻഡ് റീച്ചസ് ഇറ്റ്സ് പീക്ക്. അപ്പൊ വർക്കിംഗ് ക്ലാസും അവരും
കൂടുതൽ സംഘടിച്ചു തുടങ്ങി. ശരിക്കൊരു യൂണിയനായി. ദ വർക്കിംഗ് ക്ലാസ് മൂവ്മെന്റ് ബിഗിൻസ് ടു കോൺക്രീറ്റൈസ് ആൻഡ് റീച്ചസ് ഇറ്റ്സ് പീക്ക്. അവരും അവരുടെ ഉന്നതങ്ങളിൽ എത്തിക്കഴിഞ്ഞു. ഹയസ്റ്റ് പീക്കിൽ വർക്കിംഗ് ക്ലാസ്സും എത്തി. ദോ എ ക്ലാസ് കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ദ ക്ലാസ് ഓഫ് ക്യാപിറ്റലിസ്റ്റ് ആൻഡ് ദ ക്ലാസ് ഓഫ് ഇൻഡസ്ട്രിയൽ ലേബേഴ്സ്, ദ ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റം ഈസ് റീപ്ലേസ്ഡ് ബൈ സോഷ്യലിസം. അപ്പൊ അങ്ങനെ ഈ വർക്കിംഗ് ക്ലാസ്സും അതുപോലെ ക്യാപിറ്റലിസ്റ്റും തമ്മിലുള്ള ആ ക്ലാസ് സ്ട്രഗിൾ, അത് ആ കോൺഫ്ലിക്റ്റ് അവരെ നയിച്ചത് ഒരു പുതിയ സിസ്റ്റത്തിലേക്കാണ്. അതാണ് സോഷ്യലിസം. ദിസ് വയലന്റ് ചേഞ്ച് ഹാസ് ബീൻ ടേംഡ് ആസ് റെവല്യൂഷൻ ബൈ മാർക്സ്. അപ്പൊ ഇതൊരു വയലന്റ് ആയിട്ടുള്ള ചേഞ്ചാണ്. അപ്പൊ ഈ ചേഞ്ചിനെയാണ് ഒരു വലിയ വിപ്ലവമായിട്ട് മാർക്സ് കാണണം. വി ഷാൽ ഡെലിബറേറ്റ് ഓൺ ദിസ് കൺസെപ്റ്റ്. ഇതൊക്കെ അദ്ദേഹത്തിന്റെ കാമനകളാണ്, ആഗ്രഹങ്ങളാണ്. അവിടം വരെ എത്തിയില്ല. എന്നാലും മുൻകൂട്ടി അദ്ദേഹം പ്രവചിച്ചത് ഇങ്ങനെയൊക്കെയാണ്. ദിസ് വയലന്റ് ചേഞ്ച് ഹാസ് ബീൻ ടേംഡ് ആസ് റെവല്യൂഷൻ ബൈ മാർക്സ്. വി ഷാൽ ഡെലിബറേറ്റ് ഓൺ ദിസ് കൺസെപ്റ്റ് ഓഫ് റെവല്യൂഷൻ ഇൻ ഡീറ്റെയിൽസ് ഇൻ ദ നെക്സ്റ്റ് സെക്ഷൻ. ദിസ് മാർക്സ്, അക്കോർഡിംഗ് ടു മാർക്സ്, ദ ഫിഫ്ത്ത് സ്റ്റേജ് ഓഫ് സോഷ്യൽ ഡെവലപ്മെന്റ്. അപ്പൊ ഇതിനെയാണ് ഫിഫ്ത്ത് സ്റ്റേജ് ഓഫ് സോഷ്യൽ ഡെവലപ്മെന്റ് എന്ന് മാർക്സ് പറയുന്നത്. യു ഡു നോട്ട് ഹാവ് ടു ഇമാജിൻ ദാറ്റ് ഇറ്റ് വാസ് മാർക്സ് ഹു for the first time ever advanced the idea of conflict between the classes. അപ്പൊ ഒരിക്കലും നമ്മൾ അങ്ങനെ വിചാരിക്കാൻ പാടില്ല. മാർക്സ് ആണ് ഏറ്റവും ആദ്യം ക്ലാസ് കോൺഫ്ലിക്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്, അല്ലെങ്കിൽ ആ പദങ്ങൾ ഉപയോഗിച്ചതെന്ന് പറയാൻ പറ്റില്ല. ഇതിനു മുമ്പും അദ്ദേഹത്തിന് മുമ്പ് സെയിന്റ് സൈമൺ wrote about human history as the history of struggle between social classes. അപ്പൊ മാർക്സിന് മുമ്പ് സെയിന്റ് സൈമൺ അദ്ദേഹം ഈ ഹ്യൂമൻ ഹിസ്റ്ററി എന്ന് പറയുന്ന ഹിസ്റ്ററി ഓഫ് സ്ട്രഗിൾസ് ആണ്. അത് ബിറ്റ്വീൻ സോഷ്യൽ ക്ലാസ്സസ് തമ്മിലുള്ള സ്ട്രഗിൾസിന്റെ ഹിസ്റ്ററി ആയിരിക്കും ഹ്യൂമൻ ഹിസ്റ്ററി എന്ന് സെയിന്റ് സൈമൺ അദ്ദേഹത്തിന്റെ ബുക്കുകളിൽ എഴുതിയിട്ടുണ്ട്. ഇൻ ദ 1790s behalf a French political agitator spoke of the dictatorship of the proletariat and waiting and blank development Babel's ideas in the 19th century. അപ്പൊ അതിനുശേഷം അതുപോലെ 1790 കാലഘട്ടങ്ങളിലും ഈ പ്രോളിറ്ററേറ്റ്സിന്റെ, തൊഴിലാളികളുടെ ഒരു ഏകാധിപത്യത്തെ കുറിച്ച് ഫ്രഞ്ച് പൊളിറ്റിക്കൽ അജിറ്റേറ്റർ ബെഫോ അദ്ദേഹം പ്രതിപാദിച്ചിട്ടുണ്ട്. The French state socialist worked out of the future position and importance of workers in industrial states. In fact, the 18th century, many thinkers advanced such doctrines. Marx did the admirable task of shifting all this material and constructed a new set of social analysis. അപ്പൊ ഈ മുൻപ് പറഞ്ഞ ആളുകളുടെ അഭിപ്രായങ്ങളും എല്ലാം ചേർത്തിട്ട് ഏറ്റവും പ്രകീർത്തികരമായിട്ടുള്ള ഒരു ടാസ്കിലേക്ക് എത്തിയത് മാർക്സ് ആണ്. ഹിസ് അനാലിസിസ് ഓഫ് ക്ലാസ് സ്ട്രഗിൾ വാസ് എ യൂണിക് മിക്സ് ഓഫ് സിമ്പിൾ ബേസിക് പ്രിൻസിപ്പിൾസ് വിത്ത് ഡൗൺ ടു എർത്ത് ഡീറ്റെയിൽസ്. According to Marx, the bottom rung of the social stratification is the proletariat. According to മാർക്സിന്റെ അഭിപ്രായത്തിൽ the bottom rung of the social സ്ട്രാറ്റിഫിക്കേഷന്റെ ഏറ്റവും അവസാനത്തെ കാര്യങ്ങൾ നടക്കുക അത് ബൈ പ്രോളിറ്ററേറ്റ്സ് കൂടിയായിരിക്കും, തൊഴിലാളികളിൽ കൂടിയായിരിക്കും. ബിലോ ഇറ്റ് there is no class and therefore emancipation of the proletariat will in fact be the emancipation of mankind. അപ്പൊ ഏറ്റവും അവസാനമാണ് ഈ ക്ലാസ് സ്ട്രഗിൾ ശരിക്കും ഒരു നല്ല വിമോചന സമരമായിട്ട്, ഒരു വിപ്ലവമായിട്ട് മുന്നോട്ട് വരിക. ബിലോ ഇറ്റ്, അതും കഴിഞ്ഞിട്ട് ബിലോ ഇറ്റ് there is no class, അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ക്ലാസ് ഉണ്ടാവില്ല. അവിടെ തുടങ്ങി ഈ ക്ലാസ് അങ്ങ് അവസാനിച്ചിട്ട് ലോകം ഒരു ക്ലാസ്ലെസ് ആയി തീരുമെന്നാണ് കാറൽ മാർക്സ് സ്വപ്നം കണ്ടിരുന്നത്. ബിലോ ഇറ്റ് there is no class and therefore emancipation of the പ്രോളിറ്ററേറ്റ് വിൽ. അപ്പൊ അവിടെ പ്രോളിറ്ററേറ്റ്, തൊഴിലാളികളുടെ ഒരു വിമോചനമാണ് ഇപ്പൊ ഇനി കാണാൻ പോകുന്നത്. ഇൻഫാക്ട്, യഥാർത്ഥത്തിൽ ബി ദ എമാൻസിപ്പേഷൻ ഓഫ് മാൻകൈൻഡ്. അപ്പൊ തൊഴിലാളികളുടെ വിമോചനം എന്ന് പറയുന്നത് അത് മാനവരാശിയുടെ തന്നെ വിമോചനമായിട്ട് മാറും. മാർക്സ് ആക്സ്പെക്ട്സ് ദ റൈറ്റ് ഓഫ് ദ ബൂർഷോസീസ് ടു ഫൈറ്റ് ദ ഫൈനൽ വാർ. അപ്പൊ മാർക്സ് കണക്കാക്കിയിരുന്നത് ദ റൈറ്റ് ഓഫ് ദ ബൂർഷോസീസ് ടു ഫൈറ്റ് ദ ഫൈനൽ വാർ. അപ്പൊ എല്ലാം സമ്പാദിച്ച് മുതൽക്കൂട്ടിയൊക്കെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ വെറുതെ അങ്ങ് തള്ളിക്കളയുമെന്ന് വിചാരിക്കാൻ പറ്റില്ല.
ഉണ്ടാവില്ല. അവസാനം ഈ ബൂർഷോസി ഈ ഫൈനൽ വാറിൽ ശരിക്കും പങ്കെടുക്കും. ബട്ട് ഫോർ ദ പ്രോളിറ്ററേറ്റ് ദ ബാറ്റിൽ ഈസ് ഫോർ ഇറ്റ്സ് വെരി സർവൈവൽ ആൻഡ് ഇറ്റ് ഹാസ് ടു വിൻ. പക്ഷേ അവസാനം വിജയം എപ്പോഴും തൊഴിലാളിക്ക് തന്നെയായിരിക്കും, പ്രോളിറ്ററേറ്റിന് തന്നെയായിരിക്കും. ബട്ട് ഫോർ ദ പ്രോളിറ്ററേറ്റ് ദ ബാറ്റിൽ ഈസ് ഫോർ വെരി സർവൈവൽ. അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് അതിൽ അവർ പിന്നോട്ട് പോകില്ല. അവസാനം തൊഴിലാളി വർഗം തന്നെ വിജയിക്കുമെന്നുള്ള ഒരു ആശയത്തിലാണ് കാർൽ മാർക്സ് നിന്നിരുന്നത്. The revolution of the proletariat will differ in kind from all past revolutions. All the revolutions of the past were accomplished by minorities for the benefit of minorities. അപ്പോൾ the revolution of proletariat, തൊഴിലാളി വർഗത്തിന്റെ വിപ്ലവം എന്ന് പറഞ്ഞാൽ വിൽ ഡിഫർ ഇൻ കൈൻഡ് ഫ്രം ഓൾ പാസ്റ്റ് റെവല്യൂഷൻസ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇതിനു മുമ്പിലുണ്ടായിട്ടുള്ള വിപ്ലവങ്ങളിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമാണ്. അത് ഓൾ ദ റെവല്യൂഷൻസ് ഓഫ് ദ പാസ്റ്റ് വെർ അക്കംപ്ലിഷ്ഡ് ബൈ മൈനോറിറ്റീസ്. ഇതിനു മുമ്പുള്ള ഉണ്ടായ വിപ്ലവങ്ങൾ എന്ന് പറയുന്നത് അത് മൈനോറിറ്റീസിന്റെ വിപ്ലവങ്ങളായിരുന്നു. ഫോർ ദ ബെനിഫിറ്റ് ഓഫ് മൈനോറിറ്റീസ്, മൈനോറിറ്റീസിന്റെ തന്നെ ന്യൂനപക്ഷത്തിന്റെ തന്നെ വിജയത്തിനായി ന്യൂനപക്ഷം നടത്തിയിട്ടുള്ള റെവല്യൂഷൻസ് ആണ് ഇതിനു മുമ്പുണ്ടായത്. ദ റെവല്യൂഷൻ ഓഫ് ദ പ്രോളിറ്ററേറ്റ്, എന്നാൽ ഈ തൊഴിലാളി വർഗത്തിന്റെ ഈ വിപ്ലവം എന്ന് പറഞ്ഞാൽ വിൽ ബി അക്കംപ്ലിഷ്ഡ് ബൈ ദ വാസ്റ്റ് മെജോറിറ്റി ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ഓൾ. അപ്പൊ വാസ്റ്റ് മെജോറിറ്റി, ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷമുള്ളത് അതാണ് തൊഴിലാളി വർഗം. മുതലാളി എന്നൊക്കെ പറഞ്ഞാൽ വളരെ കയ്യിലെണ്ണാവുന്ന കുറെ പേരേ ഉള്ളൂ. അപ്പോൾ ഈ തൊഴിലാളിയുടെ ആ ക്ലാസ് എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലുതാണ്. അവരുടെ വിപ്ലവം എന്ന് പറയുന്നതും ഏറ്റവും വലുതും മെജോറിറ്റി ഉള്ളതുമാണ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ഓൾ. അപ്പൊ ഈ മെജോറിറ്റിയുടെ വിപ്ലവം എന്ന് പറഞ്ഞാൽ അത് അവർക്ക് മാത്രം ഗുണപ്രദമല്ല, അത് ഫുൾ എല്ലാവരുടെയും, ലോകം മുഴുവൻ മാനവരാശിയുടെയും രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു വിപ്ലവമായിട്ട് മാറും. ദ പ്രോളിറ്റേറിയൻ റെവല്യൂഷൻ വിൽ ദെയർഫോർ മാർക്ക് ദ എൻഡ് ഓഫ് ക്ലാസസ് and of the antagonistic character of capitalist societies. അപ്പോൾ ഈ പ്രോളിറ്റേറിയൻ റെവല്യൂഷൻ വിൽ therefore mark the end of the classes. അപ്പോൾ ഇങ്ങനെ ഈ തൊഴിലാളി വർഗത്തിന്റെ ആ മഹാവിപ്ലവം വന്നു കഴിഞ്ഞാൽ ഈ ക്ലാസസ് ഒക്കെ ഒന്നും ഇല്ലാതെയാവും. ഇങ്ങനെ അന്റഗോണിസ്റ്റിക് ക്യാരക്ടർ ഓഫ് ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി, ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിനോട് വിദ്വേഷം പുലർത്തുന്ന ക്ലാസ്സുകളോ അല്ലെങ്കിൽ അവര് വിദ്വേഷം പുലർത്തുന്ന ക്ലാസ്സുകളോ ഒന്നും ഭൂമുഖത്ത് ഇല്ലാതെയാവും. ദിസ് വുഡ് മീൻ ദാറ്റ് ദ പ്രൈവറ്റ് ഓണർഷിപ്പ് ഓഫ് പ്രോപ്പർട്ടി വിൽ ബി അബോളിഷ്ഡ്. ഇതിന്റെ അർത്ഥം ദിസ് വുഡ് മീൻ ദാറ്റ് പ്രൈവറ്റ് ഓണർഷിപ്പ് പ്രോപ്പർട്ടി വിൽ ബി അബോളിഷ്ഡ്. പ്രൈവറ്റ് ഓണർഷിപ്പ് പ്രോപ്പർട്ടിയിലുള്ള അത് ഇല്ലാതെയാവും. ദ പ്രോളിറ്ററേറ്റ് വിൽ ജോയിൻലി ഓൺ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ദ പ്രൊഡ്യൂസേഴ്സ് അക്കോർഡിംഗ് ടു ദ നീഡ്സ് ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി. അപ്പൊ ദ പ്രോളിറ്ററേറ്റ് വിൽ ജോയിന്റ്ലി ഓൺ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ. നേരത്തെ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ക്യാപിറ്റലിസ്റ്റിന്റെ കയ്യിലായിരുന്നെങ്കിൽ, ബൂർഷോസിയുടെ കയ്യിലായിരുന്നെങ്കിൽ, ഈ കാലഘട്ടത്തിൽ ദ പ്രോളിറ്ററേറ്റ് വിൽ ജോയിന്റ്ലി ഓൺ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ. അവരും ഈ മീൻസ് ഓഫ് പ്രൊഡക്ഷനിൽ പങ്കാളികളാവും. ഒന്നിച്ച് രണ്ടു കൂട്ടരും കൂടി ചെയ്യേണ്ടതായിട്ട് വരും. ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ദ പ്രൊഡ്യൂസ് അക്കോർഡിംഗ് ടു ദ നീഡ്സ് ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി. സൊസൈറ്റിയിലെ മെമ്പേഴ്സിന്റെ ആവശ്യം അനുസരിച്ച് ഓരോരുത്തർക്കും വിതരണം ചെയ്യുകയും ചെയ്യും. അപ്പൊ ആവശ്യം അനുസരിച്ച് ഉൽപ്പാദിപ്പിക്കുക, അതുപോലെ ആവശ്യം അനുസരിച്ച് ഓരോരുത്തർക്കും കൊടുക്കുക എന്നുള്ള ഒരു സിസ്റ്റത്തിലേക്ക് വരും. അപ്പൊ അവിടെ ഒരാൾക്ക് കൂടുതൽ അല്ലെങ്കിൽ ഒരാൾക്ക് ഇല്ലായ്മ അങ്ങനെ ഒരു സ്റ്റേജ് ഉണ്ടാവില്ല. ദിസ് സ്റ്റേജ് ഈസ് കോൾഡ് ദ സ്റ്റേജ് ഓഫ് ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് പ്രോളിറ്ററേറ്റ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സ്റ്റേജിനെയാണ് ദ സ്റ്റേജ് ഈസ് കോൾഡ് ദ സ്റ്റേജ് ഓഫ് ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് പ്രോളിറ്ററേറ്റ്. പ്രോളിറ്ററേറ്റിന്റെ ഏകാധിപത്യം എന്ന് പറയുന്നത് അത് ഈ കാലഘട്ടത്തിനെയാണ്. ദിസ് സ്റ്റേജ് വിൽ ലേറ്റർ ഓൺ കൺവേർട്ട് ഇൻ ടു എ സ്റ്റേറ്റ്ലെസ് സൊസൈറ്റി. അപ്പൊ ഈ പ്രോളിറ്ററേറ്റിന്റെ ഏകാധിപത്യം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും എല്ലാ സംഗതികളും ഒരേപോലെ ലഭിക്കുക എന്ന ഒരവസ്ഥയിലേക്ക് വന്നു കഴിയുമ്പോൾ ദിസ് സ്റ്റേജ് വിൽ ലേറ്റർ ഓൺ കൺവേർട്ട് ഇൻ ടു എ സ്റ്റേറ്റ്ലെസ് സൊസൈറ്റി. അപ്പൊ അത് പിന്നീട് ഒരു സ്റ്റേറ്റ്ലെസ് സൊസൈറ്റിക്ക് രൂപം കൊടുക്കും. വെയർ ദ കമ്മ്യൂണിസ്റ്റ് സിസ്റ്റം വിൽ ഫൈനലി ബി എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ സൊസൈറ്റി. അങ്ങനെ ഏറ്റവും അവസാനമായിട്ട് കമ്മ്യൂണിസ്റ്റ് സിസ്റ്റം, എല്ലാവർക്കും എല്ലാം ഒരേ തുല്യതയോടുകൂടി ലഭിക്കുക എന്നുള്ള ആ ആശയത്തിലേക്ക് വരുമ്പോഴേക്കും സൊസൈറ്റി തന്നെ ഒരു കമ്മ്യൂണിസ്റ്റ് സിസ്റ്റം ആയിട്ട് മാറും. ദിസ് വിൽ ഓൾസോ എൻഡ് ഓൾ കൈൻഡ് ഓഫ് സോഷ്യൽ ക്ലാസസ്. അപ്പൊ ഇങ്ങനെ ഒരു സ്റ്റേജിലേക്ക് സൊസൈറ്റി മാറിക്കഴിയുമ്പോൾ ദിസ് വിൽ ഓൾസോ എൻഡ്
end all kinds of social classes. Social classes എല്ലാം ഇല്ലാതെയാവും. ആൻഡ് all kinds of class conflicts for future. അപ്പോൾ സോഷ്യൽ ക്ലാസ് ഇല്ല എന്ന് വന്നാൽ ക്ലാസ്സസ് ഉള്ളപ്പോഴാണ് പരസ്പരം വിദ്വേഷം വരുന്നത്, സ്ട്രഗിൾ ഉണ്ടാകുന്നത്. ക്ലാസ് ഇല്ലാത്ത അവസ്ഥ, ക്ലാസ് ഇല്ലാത്ത ഒരു സൊസൈറ്റി, ക്ലാസ്ലെസ് സൊസൈറ്റി ഫോം ചെയ്ത് കഴിഞ്ഞാൽ all kinds of class conflict will be ended. അപ്പോൾ ഒരു രീതിയിലുള്ള ക്ലാസ് കോൺഫ്ലിക്റ്റും അപ്പം ഉണ്ടാവില്ല, അതിനും അവസാനമാവും. അപ്പോൾ വർഗ സമരങ്ങൾ ഇല്ലാതെയാവും. വർഗം ഉണ്ടായാലേ വർഗ സമരം ഉണ്ടാവുള്ളൂ. വർഗം ഇല്ലാതെ വന്നാൽ വർഗ സമരവും. ഇനി അടുത്തത് മാർക്സ് കൺസെപ്റ്റ് ഓഫ് അലിനേഷൻ ആണ്. അലിനേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞതാണ്. അലിനേഷൻ, ആ വേർഡ് മീനിങ് തന്നെ സെപ്പറേഷൻ ഫ്രം, എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിന്ന് മാറ്റി നിർത്തുക, സെപ്പറേഷൻ ഫ്രം, അതിനാണ് അലിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അലിനേഷൻ ലിറ്ററലി മീൻസ് സെപ്പറേഷൻ ഫ്രം. ദിസ് ടേം ഈസ് ഓഫൺ യൂസ്ഡ് ഇൻ ലിറ്ററേച്ചർ ആൻഡ് മാർക്സ് ഹാസ് ഗിവൺ ഇറ്റ് സോഷ്യോളജിക്കൽ മീനിങ്. മാർക്സ് ഇത് ലിറ്ററേച്ചറിൽ ഇപ്പോൾ അത് എപ്പോഴും ഉപയോഗിക്കുന്നുണ്ടെങ്കിലും മാർക്സ് ഇതിന് ഒരു സോഷ്യോളജിക്കൽ മീനിങ് കൂടി കൊടുത്തിട്ടുണ്ട്. മാർക്സ് ഹാസ് കൺസീവ്ഡ് ഓഫ് എലിനേഷൻ ആസ് എ ഫിനോമിന റിലേറ്റഡ് ടു ദ സ്ട്രക്ചർ ഓഫ് ദോസ് സൊസൈറ്റീസ് ഇൻ വിച്ച് ദ പ്രൊഡ്യൂസർ ഈസ് ഡൈവേഴ്സ്ഡ് ഫ്രം ദ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പൊ മാർക്സ് പറയണത് എലിനേഷൻ എന്ന് പറയുന്ന ഫിനോമിന സൊസൈറ്റിയിൽ എങ്ങനെയാണ് നിൽക്കുന്നതെന്ന് വെച്ചാൽ, സൊസൈറ്റിയിൽ എന്തെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളുകൾ, വിത്ത് ദ പ്രൊഡ്യൂസർ ഈസ് ഡൈവേഴ്സ്ഡ് ഫ്രം ദ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ. അയാള് മീൻസ് ഓഫ് പ്രൊഡക്ഷനിൽ നിന്ന് അകറ്റപ്പെടുക, മീൻസ് ഓഫ് പ്രൊഡക്ഷനിൽ നിന്ന് അയാളെ മാറ്റപ്പെടുന്ന ആ അവസ്ഥ, അതായത് ഡെഡ് ലേബർ ഡൊമിനേറ്റ്സ് ലിവിങ് ലേബർ. ഡെഡ് ലേബർ എന്ന് പറയുന്നത് എപ്പോഴും ക്യാപിറ്റലാണ്. ആ ക്യാപിറ്റലി ഡൊമിനേറ്റ്സ്, കീഴടക്കുന്നു ലിവിങ് ലേബറിനെ, വർക്കറിനെ കീഴ്പ്പെടുത്തുന്ന ആ ഒരു അവസ്ഥ. അതായത് വർക്കർക്ക് ഉൽപ്പാദിപ്പിച്ച സാധനത്തിൽ നിന്ന് അയാളെ മാറ്റുക, അത് അനുഭവിക്കാനുള്ള ആ ഒരു സൗകര്യം അയാൾക്ക് കിട്ടാതെ ആകുക, അത് മറ്റുള്ളവരുടെ കയ്യിലാകുക. അതിനെയാണ് എലിനേറ്റ് എന്നിവിടെ മാർക്സ് ഉദ്ദേശിക്കുന്നത്. Let us take an example of a shoemaker in a factory. A shoemaker manufactures shoes. Shoemaker shoes factory manufacture ചെയ്യുന്നുണ്ട്, but cannot use them for himself. അത് പക്ഷെ അയാൾക്ക് വേണ്ടി മാത്രമല്ല അത് ഉപയോഗിക്കണം, അയാൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റാറില്ല. His creation thus becomes an object which is separated from him. അപ്പൊ അയാൾ ഉണ്ടാക്കിയ ഒരു സാധനം, ചിലപ്പോൾ ഒരു കൂലി കൊടുത്ത ഒരാളെ ഇരുത്തിയായിരിക്കും ഷൂമേക്കറെ കൊണ്ട് അത് ഉണ്ടാക്കുന്നത്. അത് കഴിയുമ്പോൾ ആ ഉൽപാദനം ആരുടെ കീഴിലായിരുന്നു, അയാള് ആ സംഗതി എടുക്കുകയും ഈ ഉണ്ടാക്കിയ മനുഷ്യന് അതിൽ ഒരു അധികാരം ഇല്ലാതെയാവുകയും ചെയ്യും. ഇറ്റ് ബിക്കംസ് ആൻ എൻറ്റിറ്റി വിച്ച് ഇസ് സെപ്പറേറ്റഡ് ഫ്രം ഇറ്റ്സ് ക്രിയേറ്റർ. ആ സൃഷ്ടിയിൽ നിന്ന്, ആ സൃഷ്ടാവിൽ നിന്ന് ആ സൃഷ്ടി ആകെ മാറ്റപ്പെടുന്ന ആ അവസ്ഥ, അതിനെയാണ് എലിനേഷൻ എന്ന് ഇവിടെ സോഷ്യോളജിയിൽ കാർൽ മാർക്സ് ഉദ്ദേശിക്കുന്നത്. ഹി മേക്സ് ഷൂസ് നോട്ട് ബിക്കോസ് മേക്കിംഗ് ഷൂസ് സാറ്റിസ്ഫൈ മിയർലി ഇൻ ഹിസ് അർത്ത് ടു വർക്ക് ആൻഡ് ക്രിയേറ്റ്. ഹി ഡസ് സോ ടു ഏൺ ഹിസ് ലിവിങ്. അപ്പൊ അയാളുടെ ജീവിതം നയിക്കാൻ വേണ്ടിയിട്ടാണ്, ഓരോ ദിവസത്തെ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ടാണ്, ശമ്പളം കിട്ടാൻ അല്ലെങ്കിൽ കൂലി കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ പണി ചെയ്യുന്നത്. അപ്പൊ ആ പണി ചെയ്ത് കഴിയുമ്പോൾ ആ ഷൂസ് അയാൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് അയാളുടെ കയ്യിൽ നിന്ന് മാറി വേറൊരിടത്തേക്ക് പോകും. അപ്പൊ അയാൾക്ക് ആ ക്രിയേറ്റ് ചെയ്തതിൽ നിന്നുള്ള സന്തോഷമോ അല്ലെങ്കിൽ അത് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം അയാൾക്ക് ലഭിക്കുന്നില്ല. ഹി ഈസ് എലിനേറ്റഡ് ഫ്രം ഹിസ് പ്രൊഡക്റ്റ്. For a worker, this subjection becomes more so because the process of production in factory is divided into several parts and his job may be only a tiny part of the whole. ഇനി for a worker, ഇനി ഒരു ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്ന ഒരു വർക്കറെ സംബന്ധിച്ചാണെങ്കിൽ ദിസ് ഒബ്ജക്ടിഫിക്കേഷൻ ബിക്കംസ് മോർ സോ ബിക്കോസ് ദ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ ഇൻ എ ഫാക്ടറി ഈസ് ഡിസൈഡഡ് ഇൻ ടു സെവറൽ പാർട്സ്. ഒരു ഫാക്ടറിയിൽ ഒരു സംഗതി പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ മുഴുവൻ ഒരു സൃഷ്ടി ഉണ്ടാകുന്നത് പല ഭാഗങ്ങളിൽ കൂടി കടന്നു പോയിട്ടായിരിക്കും. അപ്പോൾ ഒരു കൂട്ടർ ഒരു കാര്യം ചെയ്യുക, വേറൊരു കൂട്ടർ വേറൊരു ഭാഗം ചെയ്യുക, അങ്ങനെ പല കൂട്ടര് പല കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഒരു പ്രൊഡക്റ്റ് ഹോളായിട്ട് ഉണ്ടാകുന്നത്. അപ്പൊ സിൻസ് ദ പ്രൊഡ്യൂസേഴ്സ് ഓൺലി വൺ പാർട്ട് ഓഫ് ദ ഹോൾ, അപ്പൊ അങ്ങനെ പറയുമ്പോൾ പ്രൊഡ്യൂസർ ഹോളിന്റെ ഒരു ഭാഗം മാത്രം വരും. ഹിസ് വർക്ക് ഈസ് മെക്കാനിക്കൽ ആൻഡ് ദെയർഫോർ ഹി ലോസസ് ഹിസ് ക്രിയേറ്റിവിറ്റി. അപ്പൊ അയാളുടെ ജോലി എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു മെക്കാനിക്കൽ ആണ്, അയാളുടെ ക്രിയേറ്റിവിറ്റി നഷ്ടപ്പെടുകയാണ്. അങ്ങനെ അയാൾക്ക് അതിൽ നിന്ന് കിട്ടാവുന്ന ആ ആത്മസംതൃപ്തി ഒരിക്കലും അയാളുടെ വർക്കിൽ നിന്ന് അയാൾക്ക് കിട്ടാറില്ല. അപ്പൊ ഈ ഒരു സ്ഥിതിയാണ് എലിനേഷൻ എന്ന് പറയുന്നത്. ഇനി
In Marx's sense, alienation is an action through which a person, a group, an institution or a society becomes alien. അപ്പോൾ മാർക്സ് ഇവിടെ എലിനേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഇസ് ആൻ ആക്ഷൻ ത്രൂ വിച്ച്, ഒരു ആക്ഷൻ അതിൽ കൂടി ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു പേഴ്സൺ, എ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ എ സൊസൈറ്റി ബിക്കംസ് അലൈൻ. ഇതിൽ ആരെങ്കിലും മറ്റൊന്നിൽ നിന്ന്, ആ മുഴുവത്തിൽ നിന്ന് ഈ ഒരു ഭാഗം അങ്ങോട്ട് അടർത്തി മാറ്റുന്ന ആ പ്രക്രിയ തന്നെയാണ് ഇവിടെ എലൈൻ എന്ന് പറയുന്നത്. ഇനി അദ്ദേഹം അതിന് 4 പോയിന്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ, ടു ദ റിസൾട്ട് ഓഫ് പ്രൊഡക്ട്സ് ഓഫ് ഇറ്റ്സ് ഓൺ ആക്ടിവിറ്റി ആൻഡ് ടു ദ ആക്ടിവിറ്റി ഇറ്റ് സെൽഫ്. സെക്കൻഡ് വൺ, ടു ദ നേച്ചർ ഇൻ വിച്ച് ഇറ്റ് ലീവ്സ്. And third, to other human beings and in addition and through any or all of. And fourth one, to itself. അപ്പോൾ എലിനേഷൻ ഈസ് ഓൾവേസ് സെൽഫ് എലിനേഷൻ. അപ്പോൾ എലിനേഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും സെൽഫ് എലിനേഷൻ ആണ്. ദാറ്റ് ഈസ് വൺസ് എലിനേഷൻ ഫ്രം വൺ സെൽഫ് ത്രൂ വൺസ് ഓൺ ആക്ടിവിറ്റി. ഒരാൾ തന്നെ അയാളുടെ പ്രവൃത്തിയിൽ നിന്ന് മാറ്റം ചെയ്യപ്പെടുക, അയാളുടെ പ്രവൃത്തിയിൽ നിന്ന് മാറ്റപ്പെടുന്ന ആ അവസ്ഥയാണ് എലിനേഷൻ എന്ന് പറയുന്നത്. ടു quote Gago Provec, and self-alienation is not just one among the forms of alienation, but the very essence and basic structure of alienation. ഇനി അപ്പോൾ ഒരാൾ സ്വയം അങ്ങോട്ട് മാറുകയല്ല, എന്നാലും അത് ആൻഡ് സെൽഫ് എലിനേഷൻ ഈസ് നോട്ട് ജസ്റ്റ് വൺ എമംഗ് ദ ഫോംസ് ഓഫ് എലിനേഷൻ. ഫോംസ് ഓഫ് എലിനേഷനിലെ ഒരു ഭാഗമല്ല സെൽഫ് എലിനേഷൻ എന്ന് പറയുന്നത്, ബട്ട് ദ വെരി എസെൻസ് ആൻഡ് ബേസിക് സ്ട്രക്ചർ ഓഫ് എലിനേഷൻ. അത് ബേസിക് സ്ട്രക്ചറും എസെൻസ് ഓഫ് എലിനേഷനും കൂടിയാണ്. ഇറ്റ് ഈസ് നോട്ട് മിയർലി എ ഡിസ്ക്രിപ്റ്റീവ് കൺസെപ്റ്റ്. അത് അങ്ങനെ വിവരിക്കാനുള്ള ഒരു കൺസെപ്റ്റ് അല്ല. ഇറ്റ് ഈസ് ഓൾസോ ആൻ അപ്പീൽ ഓർ എ കോൾ ഫോർ എ റെവല്യൂഷണറി ചേഞ്ച് ഓഫ് ദ വേൾഡ്. അതുപോലെ ഇവിടെ വേറൊരു വേർഡ് വരുന്നുണ്ട് എലിനേഷനിൽ തന്നെ, ദ ഡി എലിനേഷൻ. അത് മാറ്റപ്പെട്ടത് വീണ്ടും അതിനെ ഒന്നിപ്പിക്കുക എന്നുള്ളത് ഡി എലിനേഷൻ. അപ്പൊ ദ ഡി എലിനേഷൻ ഓഫ് സൊസൈറ്റി ഈസ് ദെയർഫോർ ഇമ്പോസിബിൾ. അത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. ദ ഡി എലിനേഷൻ ഓഫ് സൊസൈറ്റി ഈസ് ദ ഇമ്പോസിബിൾ വിത്തൗട്ട് ദ അബോളിഷൻ ഓഫ് ദ എലിനേഷൻ ഓഫ് ഡിഫറെന്റ് ഹ്യൂമൻ ആക്ടിവിറ്റീസ് ഫ്രം ഈച്ച് അതർ. Alienation in the Marxian sense of the term cannot be overcome by the reorganization of the economy, however radical the program of such transformation may be. Alienation of the society and of the individual are integrally connected. The alienation of the society and the individual, അത് രണ്ടും integrally connected ആണ്. Therefore, the de-alienation of neither can be carried out without the other, nor can one be reduced to the അതർ. അങ്ങനെ വിചാരിക്കണ പോലെ എലിനേറ്റ് ചെയ്തത് പിന്നെ ഡി എലിനേഷൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ട് മാറും. ദ കൺസെപ്റ്റ് ഓഫ് എലിനേഷൻ ഇസ് എ കീ ടൂൾ ഓഫ് അനാലിസിസ് ഇൻ മാർക്സ് തോട്ട്. മാർക്സിന്റെ വിചാരത്തിൽ ഈ കൺസെപ്റ്റ് എലിനേഷൻ എന്നുള്ള കൺസെപ്റ്റ് ഒരു കീ ടൂൾ ഓഫ് അനാലിസിസ് ആണ്. അക്കോർഡിംഗ് ടു മാർക്സ്, വൺ ഹാഡ് ഓൾവേസ് ബീൻ സെൽഫ് എലിനേറ്റഡ് thus far. The bourgeoisie's relations of production are the last antagonistic form of the social process of production, causing alienation. This social formation constitutes, therefore, the closing chapter of the prehistoric stage of human society.